അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അതിനു മുന്നേ ആദ്യമായിട്ട് ഭദ്രദീപം കൊളുത്തിയിട്ട് ഈ മഹാസംരംഭത്തിന് സമാരംഭം കുറിക്കുന്നത് പൂർവജന്മ സുഹൃതത്തിൽ എന്ന് പറഞ്ഞാൽ മതിയാവില്ല. ഏതായാലും ഒരുപാട് ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ട് ശബരിമല ധർമ്മശാസ്താവിനെ ഒരു വർഷം അടുക്കലിരുന്ന് സേവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ നാട്ടുകാരനായ തന്ത്രശ്രേഷ്ഠൻ ബ്രഹ്മശ്രീ ജയറാം നമ്പൂതിരി, കൊട്ടാരം ജയറാം നമ്പൂതിരി അവர்கள் ഭദ്രദീപം കൊളുത്തിയിട്ട് ഈ മഹത് സംരംഭത്തിന് സമാരംഭം കുറിക്കുന്നുണ്ടാവും. അതിനുശേഷം 4 വാക്ക് നല്ല വാക്ക് സ്വാഗതം ആശംസിക്കാം. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഇന്ന് 2024 ഫെബ്രുവരി മാസം 27-ാം തീയതി മാർച്ച് 5 വരെയുള്ള ദിവസങ്ങൾ നമുക്ക് ആഘോഷപൂർണ്ണമാക്കണം, ഭക്തിസാന്ദ്രമാക്കണം. ഈ യജ്ഞത്തിൻ്റെ വലിയ ഉദ്ദേശം കേവലം ഭാഗവതം, ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല. ഞങ്ങൾ നോട്ടീസിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധയോടെ ഭാഗവതം കേൾക്കാൻ. അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇരുന്ന് ശ്രവിക്കണം എന്നുള്ളവർക്ക് ഇരുന്ന് ശ്രവിക്കാനും, അമർന്നിരുന്ന് കേൾക്കുവാനുള്ളവർക്ക് അതിനുള്ള കസേരയും, ഇനി സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിറകിൽ സാധാരണ കസേരയും ഒരുക്കിയിട്ടുണ്ട്. ചൂടറിയാതിരിക്കാൻ ഫാനും റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകുന്നേരമുള്ള ചായയും ലഘുഭക്ഷണമൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി വായിക്കാം. ശ്രദ്ധയോടെ ഭാഗവതം കേൾക്കാൻ, ഭാഗവതത്തിൻ്റെ അകപ്പൊരുൾ അറിയാൻ, സന്തുലിതമായ മനോനില കൈവരിക്കാൻ, ഭഗവാനെ അനുഭവിച്ചറിഞ്ഞ് ജന്മം സഫലമാക്കാൻ, മാനവസേവ മാധവസേവ എന്ന് ഉദ്ഘോഷിക്കുവാൻ പൂവത്തൂർ ഭഗവത് സന്നിധിയിൽ സംപൂജ്യ സ്വാമിജി ഉദിച്ചേതനയുടെ നേതൃത്വത്തിൽ 2 തവണ നമ്മൾ ആഘോഷിച്ചതാണ്. 3ാമത് ശ്രീമദ് ഭാഗവത സപ്താഹോത്സവം ഈ 27 മുതൽ മാർച്ച് 5 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. ഈ നല്ല ദിവസങ്ങളിൽ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ സന്നിധിയിൽ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ എല്ലാവരെയും അറിയിക്കട്ടെ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം
ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപരമ്പരയിലെ ഏറ്റവും ശ്രദ്ധേയനായ തത്വദർശിയാണ് സ്വാമി ഉദിത് ചൈതന്യജി. ആദരണീയനായ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ യജ്ഞം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ തത്വജിജ്ഞാസുക്കളെയും ഭാഗവതോത്സവം യജ്ഞവേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭഗവാന്റെ പൂർണ്ണരൂപം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നു. ഭഗവാൻ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്, വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുന്നത് എന്നുള്ളത് നമുക്ക് ഏകാദശത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തിസാന്ദ്രമാക്കാൻ എല്ലാ തത്വജിജ്ഞാസുക്കളെയും ഈ സന്നിധിയിലേക്ക് ഒന്നുകൂടി ആദരവോടെ ക്ഷണിക്കട്ടെ. ഇന്ന് ഈ വേദിയിൽ നമ്മോട് നല്ല വാക്ക് പറയുവാനായിട്ട് ദീപം കൊളുത്തി സമാരംഭം കുറിച്ച ജയറാംജി 2 വാക്ക് നല്ല വാക്ക് പറയുന്നുണ്ടാവും. അതുപോലെ ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന നമ്മുടെ സ്വാമിജി റോഡിൽ നിന്ന് നമ്മുടെ അഴീക്കോട് സ്വാമിജിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഭാഗവതം പറയുവാനായിട്ട് ഭാഗവതം ഉത്സവത്തിന് വരുമ്പോഴാണ് അങ്ങയെ കാണാനുള്ള സൗഭാഗ്യം കിട്ടുന്നതെന്ന് അവിടെ നിന്ന് പരിചയം പുതുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം നമ്മോടൊപ്പം സഹകരിക്കുന്ന സംപൂജ്യ സ്വാമിജി ആത്മചൈതന്യ ശാന്തിമഠം അഴീക്കോട്, അദ്ദേഹം 4 വാക്ക് ആശംസകൾ നേരുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ വളരെ നാളുകളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ അന്തസത്ത, എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നേരം കഴിയുന്നില്ല. സ്വാമിജിയുടെ നല്ല വാക്കുകൾ കേൾക്കാൻ നമുക്ക് ശ്രദ്ധാലുക്കളായിട്ട് ഇരിക്കാം. ഈ മഹത് വ്യക്തികളെ ഓരോരുത്തരെയും ആദ്യമായിട്ട് ബ്രഹ്മശ്രീ ജയറാംജി നമ്പൂതിരിയെ സ്വാഗതം ചെയ്യുന്നു. പൊന്നാട എണീച്ച് കുഞ്ഞപ്പേട്ടൻ സ്വീകരിക്കുന്നുണ്ടാവും. അതെ, നമ്മുടെ ആത്മചൈതന്യ സ്വാമിജിയെ സുരേശൻ ക്ഷേത്ര സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പൊന്നാട ചാർത്തി ആദരിക്കുന്നുണ്ടാവും. ഈ യജ്ഞത്തിൻ്റെ സമാരാധ്യനായ യജ്ഞാചാര്യൻ ഉദിത് ചൈതന്യ സ്വാമിജിയെ നമ്മുടെ മോഹൻ മാഷ് പൊന്നാട ചാർത്തി ആദരിക്കുന്നുണ്ടാവും. ഇനി 4 വാക്ക് നല്ല വാക്ക് പറയുവാൻ ജയറാംജിയെ ക്ഷണിക്കുന്നു. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കും നീ. വാണിടുക നാരദം എന്നുടെ നാവോതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. ഇല്ലെങ്കിലും മതിബലം മമതില്ലുപോലും ഉല്ലാസമാർന്ന ഗുരുനാഥ കൃപാബലത്താൽ മെല്ലുന്നുരപ്പതിന്നു പാരമുഴുമ്പെടും നീ. നല്ലൊരു സജ്ജനമനുഗ്രഹമേകിടേണം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അന്നപൂർണേ സദാ പൂർണേ ശങ്കര പ്രാണവല്ലഭേ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാ
അന്നപൂർണേശ്വരി വെളുത്ത വെണ്ണീറണിയുന്ന കോലം വെളിച്ചമേ കാൺമതിനുണ്ടു കാക്ഷ തളിപ്പറമ്പം വിരതമ്പുരാരി കുളിർക്കവേ ഞാലിക പെയ്തൊഴും നീ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈശ്വരസ്വരൂപികളെ, നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിക്കട്ടെ. ആചാര്യശ്രേഷ്ഠന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിക്കുന്നു. നമ്മളെല്ലാവരും ഒരു യജ്ഞത്തിൻ്റെ പേരിൽ ഒത്തുചേർന്നവരാണ്. നാളെ പ്രഭാതം മുതൽ 7 ദിവസങ്ങളിലായി ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള സൗഭാഗ്യം ഇന്നാട്ടുകാർക്ക് ലഭിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? സത്സംഗമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠം. വെറുതെ കേട്ടാൽ എന്തെങ്കിലും കിട്ടുമോ? വെറുതെ കേട്ടാൽ ഒന്നും കിട്ടില്ല. ആ ഒന്നും കിട്ടാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ മഹത്വം. നമുക്ക് സംശയം തോന്നുന്നത്, ഒന്നും കിട്ടുന്നില്ല എങ്കിൽ എന്താണ് ഇത്ര വലിയ മഹത്വം? നമ്മൾ ഈ കർമ്മം മുഴുവൻ ചെയ്യുന്നത് കർമ്മം ചെയ്യാണ്ടിരിക്കാനാണ്. ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം കിട്ടുമെന്ന് പറയും. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ കഥകൾ മുഴുവൻ കേൾക്കുമ്പോൾ പലതവണ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, പരീക്ഷിത്ത് രാജാവിന് 7 ദിവസം കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള പരീക്ഷിത്ത് രാജാവിന് ഒരു കർമ്മവും ചെയ്യാൻ സമയമില്ല. ആകെ കൂടെ കേൾക്കാനേ സമയമുള്ളൂ. 7 ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് ആദ്യം ചോദിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആകെ കൂടെ 7 ദിവസമേ ആയുസുള്ളൂ, എന്ത് ഞാൻ ചെയ്യണം? ഈ ഒരു ചിന്തയോടുകൂടെ ഗംഗാതീരത്ത് ചെന്നിരിക്കുന്ന പരീക്ഷത്തിന് എത്രയോ ഋഷിമാരുടെ ദർശനം ലഭിക്കുന്നു. അതിൽ ശ്രീശുക ബ്രഹ്മർഷി കൃഷ്ണകഥകൾ പറഞ്ഞുകൊണ്ട്, അല്ല കഥായിമാസ്തേ കഥിതാമഹീയസാം, പരീക്ഷത്തിൻ്റെ മുത്തച്ഛന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട്, കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞുകൂടാ, തനിക്കറിയാവുന്ന തൻ്റെ പൂർവികന്മാരുടെ കഥകളടക്കമുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ചാതകപ്പക്ഷി മഴയെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ശ്രദ്ധയോടുകൂടെ ആ കേട്ടിട്ടുള്ള പരീക്ഷത്ത് പറയുകയാണ്, ബ്രഹ്മനിഷ്ഠോഹം, ഞാൻ ബ്രഹ്മോസ്മി, അഹം ബ്രഹ്മ, ഞാൻ ഈശ്വര സാക്ഷാത്കാരം നേടിയിരിക്കുന്നു, എന്നിൽ ആ ദിവ്യ തേജസ് ഉണർന്നിരിക്കുന്നു എന്ന് പറയുക. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കേട്ടിട്ടേ ഉള്ളൂ. കേട്ടാൽ നമ്മളൊക്കെ പറയും ഭക്തി വരും എന്ന് പറയും. എന്താണ് ഭക്തി? ഒരു ശ്ലോകമുണ്ട്, വിഭക്തിനാശായ ച ഭക്തിയോഗ. വിഭക്തി ഇല്ലാതെ കണ്ടാകാനാണ്
ഭക്തി. കർമ്മം എന്തിനാണ് ചോദിച്ചപ്പോൾ കർമ്മം ഇല്ലാതെ കണ്ടാവാനാണ് കർമ്മയോഗം. കർമ്മിത്വനാശായ ച കർമ്മയോഗ. ചെയ്യുന്ന ഒരാളില്ലാണ്ടാക്കണം കർമ്മം. അത് ഏത് പ്രകാരത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതത്തിന് വിഭക്തിയുണ്ട്, 7 വിഭക്തി. അതിന്നു പ്രഥമയ്ക്കർത്ഥം ദ്വിതീയയ്ക്കതിനെ പുനഃ അതിനോടതിരേക്കെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും തൃതീയ ഹേതുവായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. 7 വിഭക്തികളുണ്ട്. ഈ 7 വിഭക്തിയും ഇല്ലാതെ കണ്ടായാൽ ഭക്തി തനിയെ തെളിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം രാമൻ എന്ന് പറഞ്ഞു. രാമൻ എന്ന് പറഞ്ഞ പ്രഥമ വിഭക്തി. ഇതിനോടുകൂടെ എന്തെങ്കിലും ചലനത്തിന് കാരണമായിട്ടുള്ള ഒരു പ്രത്യയം ചേരുമ്പോൾ അത് വിഭക്തിയായി മാറി. രാമൻ്റെ, അല്ലെങ്കിൽ രാമനോട്, അല്ലെങ്കിൽ രാമനാൽ, രാമൻ ഹേതുവായിട്ട്, രാമനായിക്കൊണ്ട്, രാമനിൽ നിന്ന്, രാമനെ എന്തു പറഞ്ഞുകൂടെ. അവിടെയൊക്കെ എന്തെങ്കിലും പ്രത്യയം ചേരുമ്പോൾ അത് വിഭക്തിയായി പോകും. ആ വിഭക്തി ഒന്നുമില്ലെങ്കിലോ രാമൻ. ഒരു കർമ്മവും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയിരിക്കും? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പം നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയോ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താ അറിയോ? എപ്പോഴൊക്കെയോ നിങ്ങൾ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ കലവറ തുറന്ന് കണ്ടിട്ടുണ്ട്. ഡെയിലി നമ്മൾ ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ താക്കോല് തുറന്ന് നമ്മളത് കാണുന്നുണ്ട്. ഈ കർമ്മം ചെയ്യാത്ത അവസ്ഥ, ഭക്തിയുള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്താണെന്നറിയോ, എപ്പോഴെങ്കിലും ലോകത്തിൽ ആരെങ്കിലും ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ ദുഃഖമായി ഉറങ്ങി എന്ന് പറയുമോ? ആരും പറയില്ല. നല്ല ഡീപ്പസ്റ്റ് ലെവലിൽ ഉറക്കം കിട്ടിയ എന്ത് പറയും? സുഖമായി ഉറങ്ങിയെന്നും പറയും. ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനേ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഉറക്കത്തിൽ നമ്മൾ ആരെങ്കിലും ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഇന്നരാ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഠ്യോഹം, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നും. ജാതി, മതം, ലിംഗം ഒന്നും തോന്നൂല, പദവി ഒന്നും തോന്നൂല. എന്നിട്ട് നമ്മളെന്താ പറയണമെന്നറിയോ? സുഖമായി ഉറങ്ങിയെന്ന്. അപ്പം ഇനി സുഖം എങ്ങനെ നിങ്ങൾ അറിഞ്ഞേ? നമുക്ക് ഒന്നും തോന്നാത്ത അവസ്ഥയിൽ സുഖമായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ അവിടെ സുഖം അറിയുകയല്ല ചെയ്തത്. നമ്മൾ ഓരോരുത്തരും സുഖം അനുഭവിക്കുകയാണ് ചെയ്തത്. അവിടെ അറിയണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം, മനസ്സ് വേണം. നമുക്കറിയാൻ പുറത്തേക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, ഉള്ളിൽ 4 ഉണ്ട്. പുറത്തുനിന്ന് എന്ത് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ചെവിയിലൂടെ എവിടെത്തും? മനസ്സിലെത്തും, അല്ലേ? മനസ്സിലെത്തിയാൽ ബുദ്ധി എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് എന്ത് ചെയ്യും? അവിടെ സ്റ്റോർ ചെയ്യും, ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും. ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഉണർന്നിരിക്കണം. അഹം എന്നുള്ള പ്രഥമ വികാരോഹം, അഹം പ്രഥമ വികാരം ഉണ്ടായിരിക്കണം. അഹം എന്നവും അത് അഹങ്കാരം ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം, മനസ്സുണ്ടാവണം, ചിത്തുണ്ടാവണം. ഈ 4 അന്ധകരണങ്ങളിലൂടെ അകത്ത് ചെയ്യുന്ന സകലതും സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന ഈ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും ദിവസവും തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. നാരായണ സൂക്തം പറയാ. നാരായണ സൂക്തത്തിൽ പറയുകയാണ്, ഈശ്വരൻ എവിടെ ചോദിച്ചപ്പോൾ മാഷി എടുത്ത് പറഞ്ഞു പ്രത്യക്ഷ കൃഷ്ണോ ഭാഗം. ഭഗവാൻ പറയുന്നത് ഞാൻ ഭാഗവതത്തിൽ ലയിച്ച് കിടക്കാന്ന്. ഉദ്ധവൻ പറയാണ്, ഭഗവാനെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാണും ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭാഗവതത്തിൽ ഞാനെങ്കിൽ ലയിച്ച് കിടക്കാം. അത് കൃഷ്ണൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല.
ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ എങ്ങനെയാണ് കിടക്കുന്നതെന്നറിയോ? ഈശ്വരൻ കിടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അന്തർബഹിശ്ചത സർവം വ്യാപ്യ നാരായണ സ്ഥിത തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. അകത്തും പുറത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും ഏതുപോലെ നമ്മൾ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും ധരിക്കുന്നത് എങ്ങനെയാണോ? ഒരു മുറിയിൽ മുഴുവനും പുക നിറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞത് അല്ല. എന്തുകൊണ്ടല്ല? പുക നമുക്ക് കാണാൻ പറ്റും, ആ പുകയെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഗതോസ്യ ജന്തോഹോ. ഏറ്റവും ചെറുതിൻ്റെ ഉള്ളില് ഞാനുണ്ട്. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിനെ ആവരണം ചെയ്തും ഞാൻ നിൽക്കുന്നു. ഇത് പറഞ്ഞാൽ നേരത്തെ ചെടിയ ശ്ലോകം, നാരായണ സൂക്തത്തിലെ ശ്ലോകം തന്നെ, അന്തർബഹിശ്ച, ഞാൻ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ജീവന്റെ രൂപത്തിൽ സകല ആൾക്കാരിലും എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നോക്കൂ, വെയിലിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് വെയിലിൽ ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വെയിലത്ത് നിന്നാൽ ഷോക്ക് അടിക്കുമോ? ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരൻ ഡയറക്റ്റ് അനുഭവവേദ്യമല്ല, ഇൻഡയറക്റ്റായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈശ്വരൻ. ഒന്നേ ഉള്ളൂ ലോകത്തിൽ, രണ്ടില്ല. അത് പലരും ധരിച്ചത് എന്താ പറയുമോ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ പറഞ്ഞതെന്നാണ്. ആദ്യം പറഞ്ഞത് നമ്മളാണ്, അതിന് ശേഷമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഗ്രന്ഥം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പറയുന്നത് ഏകം സത് വിപ്രാഹ ബഹുധാ പതന്തി. സത്തൊന്നേ ഉള്ളൂ, വിപ്രാഹ, അറിവുള്ളവരത് പലതാന്ന് പറയുന്നു. ഏതുപോലെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് പലതാണ്. വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ എടുക്കും. പക്ഷേ ഇലക്ട്രിസിറ്റി രണ്ടുണ്ടാവുമോ? ഒറ്റൊന്നേ ഉണ്ടാവും. ആ വൈദ്യുതോർജ്ജത്തെ നമുക്ക് യാന്ത്രികോർജ്ജവും താപോർജ്ജവും പ്രകാശോർജ്ജവും ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പം കാണാൻ പറ്റും. ഡയറക്റ്റ് അനുഭവവേദി അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാ എത്ര ആൾക്കാർ പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ ഈശ്വരനാണ് നമ്മൾ. പക്ഷെ നമുക്ക് തോന്നില്ലല്ലോ. തോന്നാത്ത വേറൊന്നും കൊണ്ടല്ല, അത് ഡയറക്റ്റ് അനുഭവിക്കാൻ സാധ്യമല്ല. പക്ഷെ അതിനെ ഉണർത്താനുള്ള വിദ്യകളുണ്ട്. അതിലൊരു വിദ്യയാണ് ഭക്തിയോഗം, അതൊരു വിദ്യയാണ് കർമ്മയോഗം, അതൊരു വിദ്യയാണ് രാജയോഗം. ഇങ്ങനെ പലതും. ഈ കർമ്മയോഗവും ഭക്തിയോഗവും ഒക്കെ ചെയ്യുമ്പോൾ സകലതും ഇല്ലാതെ കണ്ടാവുമ്പോഴും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വസ്തു നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സ്വരാട് എന്ന് പറയും. എളുപ്പം പറയുക എങ്ങനെയാണോ, ഞങ്ങൾ തന്ത്രത്തിൽ ഒരു ഉദാഹരണം പറയാം. സിദ്ധോര്യഥോർമിപടരസ്യ യഥായവഹ്നേ ഇന്ധാസ്ഫുലിംഗദിഗരസ്യ പിതാപിതാവൽ. ജ്വാലയുണ്ടെങ്കിൽ കനലുണ്ടായിരിക്കും. ജ്വാലയുള്ള ദിക്കിലൊക്കെ കനലുണ്ടായിരിക്കും. പക്ഷെ കനലുള്ള ദിക്കിൽ ജ്വാല ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. നമ്മളുടെ ഉള്ളിലുള്ള സകല വികാരങ്ങളും, അഹങ്കാരമായാലും മനസ്സായാലും ബുദ്ധിയായാലും ചിത്തമായാലും സകലതും, ചിന്തകൾ സകലതും പൊന്തി വരുന്ന ഒരു കനൽ നമ്മളുടെ ഉള്ളിലുണ്ട്. ആ കനലിലേക്ക് രാത്രി ഉറങ്ങുമ്പോൾ സകലത്തും അങ്ങ് പോവുക. ഒന്നും അറിയാതെ കണ്ടിരിക്കുമ്പോൾ ആ കനൽ മാത്രം ജ്വലിക്കുക. ആ ജ്വലിക്കുന്ന കനലാണ് ജീവൻ. അതിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? ആനന്ദോയം. സുഖമാണ്, അതിൻ്റെ സ്വരൂപമേ സുഖമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത്. ഡെയിലി അനുഭവിക്കുന്നുണ്ട് നമ്മളിത്. അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട. അതാർക്കും വെക്കുമ്പോൾ മടുക്കുവോ? എത്ര കാലമായി നമ്മൾ ഉറങ്ങുന്നത്? ഈ നാളെ മുതൽ ഉറങ്ങുന്നില്ല. നിങ്ങളൊരു 4 ദിവസം ഉറങ്ങാണ്ടെന്നാട്ടെ. 4 ദിവസം നിങ്ങൾ ഉറങ്ങാണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ലോകത്തിൻ്റെ ചക്രവർത്തി പദം നിങ്ങൾക്ക് തരാം. ഇപ്പം നിങ്ങളെന്ത് പറയും? വേണ്ട, എനിക്ക് 1 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഉറക്കമില്ലെങ്കിൽ നമ്മളുടെ സകല ബാലൻസ് തെറ്റിപ്പോകും. ഉറക്കം എന്ന് പറയുന്നത് ഈ നമ്മളുടെ സ്വരൂപത്തെ ഉണർത്തുന്ന ഒരു നിഷ്ഠയാണ്. ഊർജം നേടിയെടുക്കുന്ന ഒരു നിഷ്ഠയാണ്. ഇത് ഉണർന്നിരിക്കുമ്പോഴും സാധിക്കും. അങ്ങനെ സാധിച്ചിട്ടുള്ള എത്രയോ മഹാത്മാക്കളുണ്ട്.
ശങ്കരാചാര്യസ്വാമികൾ മനോന്മയി മുദ്രയിലിരുന്നു. രമണ മഹർഷി ഒരു അരുണാചലത്തിലൊരു ഗുഹയിലിരുന്നു. എത്ര ആൾക്കാർ ധ്യാനനിഷ്ഠരായിട്ടിരിക്കുക. ഇവരൊക്കെ ഇരിക്കുന്നത് കണ്ണടച്ച് ഉറങ്ങുന്ന പോലെയാണ് ഉറങ്ങിയിരിക്കുന്നത്. അല്ല, വിഷ്ണു സഹസ്രനാമത്തിലല്ല, വിഷ്ണു സൂക്തത്തിൽ പറയണത് എന്താ അറിയോ? ഭഗവാൻ ഋഷികൾ ഇരിക്കുന്നത് ഏതോ ഒരു ആകാശത്തിൽ എവിടെയോ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും. ആ കണ്ണ് ഒരിക്കലും പൂട്ടുകയില്ല. ജഡഭരതൻ്റെയൊക്കെ കഥ പറയും. ജഡഭരതൻ ഒരറ്റിരിപ്പ, കണ്ണ് പോലും ചിമ്മില്ല. ആ സുഖം അനുഭവിക്കുന്നവരെങ്ങനെയാണ്? അത് സാധിക്കും നമുക്ക്. ആ സാധിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതയിൽ ഭഗവാൻ പറയാണ്, യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഒന്നും അയാൾക്ക് ചെയ്യാനില്ല. ഇതിങ്ങനെ ആസ്വദിക്കുകയുണ്ട്. ഉറക്കത്തിൽ എങ്ങനെയാണോ നമ്മൾ ആ സുഖം അനുഭവിക്കുന്നത് അതുപോലെ ഉണർന്നിരുന്നിട്ട് നമുക്ക് സാധിക്കും. അതിനേറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ വെറും ശ്രവണമേ വേണ്ടൂ. അതിനും കാരണമുണ്ട്. 5 ഇന്ദ്രിയങ്ങളിൽ ആദ്യമുണ്ടായത് ആകാശം, ശബ്ദം, രണ്ടാമത്തേത് വായു, സ്പർശം, മൂന്നാമത്തേത് അഗ്നി, രൂപം, കണ്ണ്, നാലാമത്തേത് വെള്ളം, രസം, അഞ്ചാമത്തേത് രസം എന്ന് പറഞ്ഞാൽ നാവ്, അഞ്ചാമത്തേത് ഭൂമി, ഗന്ധം, മൂക്ക്. ഇതിൽ ഏറ്റവും താഴേക്കടയിലുള്ളതാണ് ഈ ഗന്ധം എന്ന് പറയുന്നത്. ഏറ്റവും താഴേക്കടയിലാണെന്നുള്ളതിന് എന്താ തെളിവെന്നറിയോ? ഒരു സാധനം കിട്ടിയാൽ നമുക്കൊരു സാധനത്തിന് തിരിച്ചറിയണം. അതിന് ഈ താഴേക്കട കിടക്കുന്നവർ എന്താ ചെയ്യുക അറിയോ? ആദ്യം എടുത്ത് മണത്തും. എന്ത് സാധനം കിട്ടിയ ഒന്ന് മണത്തും ഉറപ്പിക്കുക. അവർ അത്രയും താഴേക്കടയിലാണ് കിടക്കുന്നത്. ചിലർക്ക് കണ്ടാൽ തിരിച്ചറിയും, മണക്കൊന്നും വേണ്ട. ചിലർക്കത് എടുത്ത് മുറിച്ച് വായിലിട്ട് നോക്കിയാലേ തിരിച്ചറിയൂ. ചിലർക്ക് തൊട്ട് നോക്കിയിട്ട് പറയും. സ്പർശത്തിനേക്കാളും ഒളി 4 ഇന്ദ്രിയങ്ങളുടെയും ഗുണം ഈ ശബ്ദത്തിലുണ്ട്. ശബ്ദബ്രഹ്മം എന്നാ പറയുക ഈ ലോകത്തിന് തന്നെ. ശബ്ദം കൊണ്ട് മാത്രം സകല അനുഭൂതികളും, മറ്റ് 4 ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി മുഴുവനും സംഹൃത്യവും ഭുവന്ത തനലം ഇമം മാതരിശ്വനി അമുഖേതൽ ചിത്തേ എന്ന് പറഞ്ഞിട്ട് സംഹരിച്ച് പോകുമ്പം ഗന്ധത്തെ രസത്തിലേക്കും, രസത്തെ രൂപത്തിലേക്കും, രൂപത്തെ സ്പർശത്തിലേക്കും, സ്പർശത്തെ ശബ്ദത്തിലേക്കും. ശബ്ദത്തിൽ ബാക്കിയെല്ലാം ഇതടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ കേട്ടാൽ മതി. നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, ശ്രദ്ധയും ഭക്തിയും നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഉള്ളിൽ അല്പാൽപമായിട്ടിത് തെളിയും. ഇനി അഥവാ ഇതെല്ലാം മറന്നുപോയി, പിന്നെ എന്തിനാ പലരും നമ്മളോട് ചോദിക്കും, എന്തിനാ നിങ്ങളെല്ലാവരും പോയിരിക്കുന്നത്? സ്വാമിക്ക് പോയിട്ട് ഏഴാമത്തെ ദിവസത്തിൽ നിന്ന് കഴിഞ്ഞ് നിർത്തിപ്പോയിട്ട് 8ാമത്തെ ദിവസം ഒന്നും ചോദിച്ചാൽ ഓർമ്മയില്ല. പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്നാണെങ്കിൽ ഇവിടെ ഒന്ന് കിടന്നുറങ്ങിക്കും, എന്നാലും വീട്ടില്ല എന്നാണ് പറയും. നിങ്ങൾ കേൾക്കണം എന്നൊന്നുമില്ല, ഇവിടെ കിടന്നുറങ്ങിക്കും. എന്നാൽ അതിൻ്റെ ഗുണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഭാഗവതത്തിൽ തന്നെ ഒരു കഥയുണ്ട്. അർജുനന് ഞാൻ യുദ്ധം ചെയ്യൂല, കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം യമധസൂദന, ഞാൻ എങ്ങനെയാ കൃഷ്ണ ഞാൻ ഇവരെയൊക്കെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് മടിപിടിച്ചിരുന്ന അർജുനനെ സ്വകർമ്മ നിരതനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതാണ് ഗീത. ഈ ഗീതയൊക്കെ ഉപദേശിച്ചു. കൃഷ്ണൻ യുദ്ധമൊക്കെ ചെയ്തു, ഇതൊക്കെ യുദ്ധം ജയിച്ചു. പിന്നെയും വർഷങ്ങളങ്ങനെ കടന്നുപോയപ്പോൾ ഒരു ദിവസം അർജുനൻ ദ്വാരകയിൽ വെച്ച് കൃഷ്ണനോട് ചോദിക്കുക, കൃഷ്ണ മുമ്പ് എന്തോ നീ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതൊന്നും കൂടെ പറഞ്ഞു തരൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അന്നത്തെ അർജുനും അല്ല നീ, അന്നത്തെ കൃഷ്ണനും അല്ല ഞാൻ. അത് പറഞ്ഞു തരണമെങ്കിൽ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. പക്ഷെ അർജുനൻ നീ പേടിക്കണ്ട, അത് എനിക്കൊന്നും ഓർമ്മയില്ല കൃഷ്ണ, അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് പേടിക്കുകയേ വേണ്ട. നിന്റെ ഉള്ളിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നിനക്കത് വേണ്ടത്
അപ്പം തനിയത് തോന്നിക്കൂ. ഉള്ളിലെവിടെയോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സകല നിങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ടിരുന്നാൽ പോലും എവിടെയോ ചെവിയിലൂടെ ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ, സ്വല്പമഭ്യസ്യ, ഭഗവാൻ പറയുന്നത് കുറച്ച് മതിയെ അർജുന, മഹതോ ഭയാ, എത്ര വലിയ ഭയത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ അത് പ്രാപ്തമാണ്. ഈ പറയുന്ന സാധനം നമുക്കിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബന്ധവാ സുകൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി. നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് ചെന്നുന്ന വിഷയമാകുന്ന സകലതും വാസനയുടെ രൂപത്തിൽ ചിത്തത്തിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന സാധനം നല്ലതുമുണ്ട് ചീത്തയുണ്ട്. കള്ളു കുടിച്ചാൽ അതിൻ്റെ എസൻസ് അവിടെ കിടക്കും, ഭാഗവതം കേട്ടാൽ അതിൻ്റെ എസൻസ് അവിടെ കിടക്കും. ഈ കിടക്കുന്ന എസൻസിന് പറയുന്നത് ഞങ്ങൾ വാസന എന്നാണ്. വാസനാവശകോ ജീവ ആമുക്തേ സംസരത്യസോ. ഈ വാസന എന്ത് ചെയ്യുന്നറിയോ? നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല വാസനയെ പുണ്യം എന്ന് പറയും, ചീത്ത വാസനയെ പാപം എന്ന് പറയും. ഇല്ലെങ്കിൽ സദ്വാസന, ദുർവാസന, നന്മ, തിന്മ, എന്ത് പേര് ആര് പറഞ്ഞാലും, ഏത് മതം പറഞ്ഞാലും, ഏത് ലോകത്തിൽ എവിടെ പറഞ്ഞാലും ഈ സാധനയേ ഉള്ളൂ, ഈ നന്മയും തിന്മയും ഉള്ളൂ. ഇത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ സാധാരണ പറയും ഉടുത്ത തുണി കൊണ്ടുപോകാൻ പറ്റില്ല. സത്യമാണ്, ഉടുത്ത തുണി കൊണ്ടുപോകാൻ പറ്റില്ല, ഈ വാസന കൊണ്ടുപോയേ പറ്റൂ. വാസന നമ്മളെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താ അറിയോ? ഈ ജന്മത്തിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല പരിചയം, ആദ്യമായിട്ടാണ് പോകണത്, കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ്, പക്ഷേ എത്രയോ ജന്മങ്ങളിൽ സൗഹൃദം ഉണ്ടെന്ന് തോന്നുക. ഈ ഓർമ്മ എവിടുന്നോ പൊന്തി വരിക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, അർജുന ഞാൻ മുമ്പ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നീ മറന്നുപോയി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞത് തെളിഞ്ഞിട്ടുണ്ടോ എന്നാണെങ്കിൽ ദ്വാരകയിൽ നിന്ന് കൃഷ്ണനടക്കം ദ്വാരക വിട്ടുപോയി, ദ്വാരക വെള്ളമെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോൾ അർജുനൻ കൃഷ്ണനോട് യുധിഷ്ഠിരനോട് പറയാണ്, വഞ്ചിതോഹം മഹാരാജൻ, മഹാരാജാവേ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് കൃഷ്ണൻ ഇതാ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരധ്യായം മുഴുവൻ കൃഷ്ണൻ അർജുനൻ പലതും പറഞ്ഞ് കരയുകയാണ്. കരഞ്ഞെത്തി അവസാനം അവിടെ അർജുനൻ്റെ ഉള്ളിൽ കൃഷ്ണൻ പറഞ്ഞ ആ തത്വം എവിടുന്നോ പൊന്തി വന്നു എന്നാണ്. ആ ഗീത അർജുനൻ്റെ ഉള്ളിൽ അങ്ങനെ വേണ്ട സമയത്ത് തെളിഞ്ഞ് വരുന്നു. ആ വിളക്ക് അർജുനൻ കുന്തിക്ക് കൊടുക്കുന്നു. അതങ്ങനെ പരമ്പരയായിട്ട് പോകും. വേണ്ട സമയത്ത് നമുക്ക് കട്ടിക്കൊടുക്കും. ഏതായാലും ഈ ഒരു യജ്ഞം എല്ലാ അർത്ഥത്തിലും ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള നമ്മളുടെ സമ്പാദ്യമായി മാറട്ടെ. ആയതിന് ആ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റു പദേവതകളും ഒക്കെ തന്നെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ മുഴുവനും ആ ജഗദീശ്വരൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ഏവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിജി ആത്മചൈതന്യജി നല്ല വാക്ക് നമ്മോട് സംസാരിക്കുന്നുണ്ടാവും. അതിനുശേഷം പുതുചൈതന്യജി സംസാരിക്കുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അമ്പിളിയോടങ്ങ് തുമ്പയും ചേർന്നു തമ്പുരാനാകുമെന്നിഷ്ടദേവ കമ്പമാകന്നങ്ങനുഗ്രഹിച്ചിടുവാൻ കുമ്പിടും നങ്ങേ നിത്യവും ഞാൻ. സത്യമായി സകലതും ചെയ്തു
കൃത്യമൊക്കെ നിറവേറ്റിയിടുവാൻ സത്യസ്വരൂപ വിഘ്നേശ്വര നിത്യവും തുണ ചെയ്യണേ. പൂർവജന്മസുഹൃതം കൊണ്ട് ഭൂമിയിൽ ഭോജാതനായി ഞാൻ ഗന്ധർവനെങ്ങു വാണിടാൻ പാർവതീശ തുണയ്ക്കണേ. അമൃതസ്വരൂപികൾ, സ്വാഗത ഭാഷകനായ എൻ്റെ ആത്മമിത്രവും പരമേശ്വരൻ നമ്പൂതിരി, ഇന്നത്തെ ഈ ഭാഗവത സപ്തായജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ച് ഭദ്രദീപം തെളിയിച്ച മുൻ മേൽശാന്തി, ശബരിമലയിലെ മേൽശാന്തി ജയറാം നമ്പൂതിരി, അതുപോലെ തന്നെ ഇവിടെ ഇന്ന് മുതൽ നാളെ കാലത്ത് മുതൽ അങ്ങോട്ടുള്ള 7 ദിവസവും നമ്മെ ഈ ഭാഗവത സപ്താഹ യജ്ഞശ്രവണത്തിലൂടെ ഈശ്വര സവിധത്തിലേക്ക് എത്തിക്കുന്ന യജ്ഞാചാര്യൻ സംഭൂജി സ്വാമിജി, ഉദിത് ചേതൻജി, സജ്ജനങ്ങളായ ഭക്തജനങ്ങളെ എല്ലാവർക്കും ഈ സാധുവിൻ്റെ ആത്മപ്രണാമം അർപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ഭാഗവത സപ്താഹയജ്ഞം കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയും ആ ശ്രവണം കൊണ്ടുണ്ടാവുന്ന ആനന്ദത്തെക്കുറിച്ചുമൊക്കെ നമുക്കിനി അങ്ങോട്ട് സ്വയം അനുഭവിച്ച് അറിയേണ്ടതാണ്. എങ്കിലും ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീ ജയറാം നമ്പൂതിരി നമുക്കതിൻ്റെ ഒരു വിവരണങ്ങളൊക്കെ നൽകി കഴിഞ്ഞു. പരീക്ഷത്ത് രാജാവിൻ്റെ ഭാഗവത സപ്താഹ ശ്രവണം അദ്ദേഹത്തിനെ ആത്മജ്ഞാനത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ശ്രീ ശുക ബ്രഹ്മർഷി അദ്ദേഹത്തിന് ഭഗവത് കഥകൾ മാത്രമേ അവിടെ എല്ലാം കൂടിയിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തുള്ളെങ്കിലും തക്ഷകൻ കടിച്ച് 7 ദിവസം കൊണ്ട് മരിക്കുമെന്നുള്ള ആ മരണഭയത്തെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ ഭഗവത് കഥകളിൽ കൂടി, ശ്രവണത്തിൽ കൂടി അദ്ദേഹത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് പരിപൂർണമായി ശ്രവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇനി അങ്ങോട്ടുള്ള നാളെ മുതലുള്ള 7 ദിവസവും നമുക്ക് വേദവ്യാസൻ ഈ ശ്രീമദ് ഭാഗവതം രചിച്ച് 18 പുരാണങ്ങളും രചിച്ചിട്ടും അദ്ദേഹത്തിന് ആമോദം, സന്തോഷം പൂർണ്ണമായി ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഭഗവത് കഥകൾ വേണ്ടത്ര പൂർണ്ണമായി അത് ഭംഗിയോടുകൂടി ഭഗവാന്റെ ലീലകളെക്കുറിച്ചും പൂർണ്ണ വിവരണങ്ങൾ ആ 7 ദിവസം കൊണ്ട്, അതുകൊണ്ടാണല്ലോ ഭാഗവത സപ്താഹം എന്ന് പറയുന്നത്. ഇവിടെ 12 സ്കന്ധങ്ങളിൽ കൂടി 335 അധ്യായങ്ങളിൽ കൂടി 14,101 ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ കഥകൾ തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ കഥകളിൽ കൂടി നമ്മെ മായാപ്രപഞ്ചത്തിൽ നിന്ന്, സംസാര ദുഃഖത്തിൽ നിന്ന് ഈശ്വര സവിധത്തിലേക്ക്, ഭഗവാന്റെ സമീപത്തേക്ക് എത്തിക്കുവാൻ വളരെ നല്ല കഴിവും ഒരുപാട് വേദികളിൽ ദാഹിക്കുന്ന വേഴാമ്പൽ ദാഹജലത്തിന് കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള ഭക്തജനങ്ങൾ ഭാഗവതം ശ്രവിക്കുവാനും ആ പീയൂഷധാര അനുഭവിക്കുവാനും വേണ്ടി കാത്തിരിക്കുകയാണ്. ജഗദീശ്വരൻ്റെയും ഗുരുവിൻ്റെയും സരസ്വതി ദേവിയുടെയും പൂവത്തൂർ അമ്മയുടെയും മഹാവിഷ്ണുവിൻ്റെയും
ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ഭാരത ഋഷീശ്വരന്മാരുടെയും കരുണാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യജ്ഞാചാര്യൻ്റെ ബ്രഹ്മവാണികൾ കേട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ആ ഭാഗവതം ശ്രവിച്ചും അതിലെ പല കഥകളിൽ കൂടിയും നമ്മുടെ പൂർവജന്മങ്ങളെക്കുറിച്ചും നമുക്ക് അനുഭവിക്കാനുള്ള അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹം കേൾക്കുവാനും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയുള്ള ടെലിവിഷനിൽ കൂടിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സപ്താഹങ്ങൾ പലതും കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, 1976 ഹിമാലയത്തിൽ വെച്ച് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഹിന്ദിയിലായിരുന്നു മറ്റുള്ള കഥകളൊക്കെ പറയുന്ന കേട്ടത്. അന്ന് എനിക്ക് കേവലം ഒരു 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. രാമാനന്ദ സരസ്വതി, സത്യാനന്ദ സരസ്വതി, അതുപോലെ തന്നെ ജ്ഞാനാനന്ദ സരസ്വതി, ദയാനന്ദ സരസ്വതി എന്നീ ഗുരുക്കന്മാരെയൊക്കെ കാണുവാനും അവരുടെ പാദസ്പർശം കൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളുടെയും പൂർവജന്മ സുഹൃത്തും തന്നെയാണ്. ഈ പൂവത്തൂര് മഹാദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള അതുപോലെ ഇവിടെ വന്നെത്തിയ ഭക്തജനങ്ങൾക്കും നിങ്ങൾ ചെയ്തത് പൂർവജന്മ സുഹൃത്തിൻ്റെ ഫലം തന്നെയാണ്. ഇത്തരം കഥകൾ കേൾക്കുവാനും ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ പൂവത്തൂരമ്മയും ആ മഹാവിഷ്ണുവും നിങ്ങൾക്ക് അവസരവും വേദിയും ഒരുക്കി തന്നു. അതിന് തക്കതായ അല്ലെങ്കിൽ യോജിച്ച ആചാര്യൻ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത്രമാത്രം പാണ്ഡിത്യവും കഴിവും നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള ആ സരസ്വതി കടാക്ഷവും ഗുരുകൃപയും വേണ്ടുവോളം ലഭിച്ചൊരു പുണ്യപുരുഷനായ യജ്ഞാചാര്യൻ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ജഗദീശ്വരൻ്റെയും ഗുരുവിൻ്റെയും കരുണാകടാക്ഷവും അനുഗ്രഹവും ഉണ്ടായി. ഇവിടുത്തെ ഈ സപ്താഹം മുഴുവനും നിങ്ങളെല്ലാവരും കേൾക്കുക. നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരിചയമുള്ളവരോടൊക്കെ പറഞ്ഞ് ഈ വേദി ധന്യമാക്കുവാനും അതുപോലെ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ കലിയുഗത്തിലെ നമുക്ക് ഈശ്വരപദത്തിലെത്താൻ നാരദനോട് ചോദിച്ച സമയത്ത് നാരദൻ പറഞ്ഞത് നാമസങ്കീർത്തനം മാത്രമാണ്. നമ്മൾ ജ്ഞാനപാനിയൊക്കെ കേട്ടതും അങ്ങനെ തന്നെയാണ്. യുഗം നല്ലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ആ ശ്രവണം കൊണ്ട് നിങ്ങൾക്ക് നാമജപം കൊണ്ടും ശ്രവണം കൊണ്ടും മുക്തി ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഇവിടുത്തെ ഈ യജ്ഞാചാര്യൻ്റെയും പൂവത്തൂരമ്മയുടെയും മഹാവിഷ്ണുവിൻ്റെയും നമ്മുടെ ശ്രീ ജയറാം നമ്പൂതിരിയുടെയൊക്കെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ ഈ വാക്കുകൾ ഒരു പൂജാപുഷ്പമായി സമർപ്പിച്ചുകൊള്ളുന്നു. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹിഷ്യാം ഗോബ്രാഹ്മണേഭ്യം ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഹരി ഓം നമഃ ശിവായ. ഇപ്പോൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അതിലെ കാര്യകാരണങ്ങളൊക്കെ സംഭവിച്ച സ്വാമിജി വിജയലജി സംസാരിക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക, ഉറക്കെ പറയണം എല്ലാവരും. ഒരു ശക്തി ഊർജത്തിൽ
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. പോരെ 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 പോരെ. നിങ്ങളുടെ ആ ശക്തിയാണ് നമ്മുടെ ഒരു പ്രചോദനം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. വളരെ വളരെ സുഹൃതം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ധന്യമായ ദിവസവും വേദി. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ പൂവത്തൂർ മഹാവിഷ്ണു ഭഗവാന്റെയും ഇപ്പോൾ പൊങ്കാല കൊണ്ട് ധന്യമായ അനുഗ്രഹീതമായ ചൈതന്യം നിറഞ്ഞ ദേവിയുടെയും തിരുസന്നിധിയിൽ വീണ്ടും ഇവിടെ വരാനും ഒരിക്കൽ കൂടി ഭാഗവത സപ്താഹിത്യത്തിൻ്റെ ആചാര്യനായി നിങ്ങളുടെ മുന്നിൽ ഭാഗവതം അവതരിപ്പിക്കാൻ എനിക്കും എൻ്റെ കൂടെയുള്ള സഹചാര്യന്മാർക്കും കിട്ടിയ മഹാഭാഗ്യത്തിന് ഭഗവാന്റെയും ദേവിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഏറെ സ്നേഹനിധിയായ ശ്രീ പരമേശ്വർജിക്കും ക്ഷേത്രത്തിൻ്റെ മാതൃസമിതിക്കും സംഘാടകർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ആരംഭം എങ്ങനെയിരിക്കണം? ശ്രീ ജയറാംജി ഏറെ നമ്മളെല്ലാവരും മേൽശാന്തിയിട്ടാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിലൊരു വലിയ ആധ്യാത്മികമായ ഒരു അറിവിൻ്റെ ഒരു നിറകുടമുണ്ടെന്നും അത് വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അദ്ദേഹം എങ്ങനെയാണ് വേദങ്ങളെയും അതുപോലെ തന്നെ ഭാഗവതത്തിൻ്റെ ഏതൊരു തലത്തിലാണ് അദ്ദേഹം കൊണ്ടുവച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. രമണഭാഷയൊക്കെ പറയുന്ന ഒരു ചുമ്മാതിരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേജുണ്ട്. അതൊക്കെ നമുക്ക് എത്താൻ വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വളരെ വളരെ അതിഗംഭീരമായ ജയറാംജിക്ക് ഒരു വലിയൊരു അഭിനന്ദനം. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്ര ഒരു പ്രൗഢഗംഭീരമായ അതും വേദത്തിലെ നാരായണ സൂക്തവും അതുപോലുള്ള മറ്റ് സൂക്തങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാഗവതത്തെ എങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, ആ കഥയ്ക്കുള്ള സാധ്യത അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച ശ്രീ ജയറാംജി, അതേപോലെ തന്നെ ആത്മചൈതന്യം നിറയ്ക്കുന്ന പ്രചോദനം കൊണ്ട് നമ്മളെ ഊർജ്ജവത്താക്കിയ ശ്രീ ആത്മചൈതന്യജി, ഇവരുടെയൊക്കെ സാന്നിധ്യവും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭാഗവത സപ്താഹ യജ്ഞ മഹാത്മ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഭാഗവതം ഞാൻ പറയുമ്പോൾ കാലഘട്ടത്തിൽ ഈ ഭാഗവതത്തിന് പ്രസക്തി എന്താണ് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ശ്രീ ജയറാംജിക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ധാരാളം തിരക്കുള്ള ഒരിക്കൽ കൂടി വരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഭാഗവതത്തിൻ്റെ ഒരു കഥ, വേറൊരു കഥയാണ്, നടന്നൊരു കഥയാണ്. ഇന്ന് ഈ ചെറുപ്പക്കാരിൽ ഭാഗവതത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നമ്മൾ ചുറ്റുപാട് നോക്കണം. അപ്പോഴാണ് ഭാഗവതത്തിൻ്റെ മഹത്വം മനസ്സിലാവുക. ഒരു വ്യക്തിക്കുണ്ടാകേണ്ടുന്ന മഹത്വവും ഗുരുത്വവും ഇതൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വലിയ നാഷ്ടവും നാശവും. ഇപ്പം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ വിപത്ത് നമ്മൾ കാണണം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. കഥ ഇതാണ്. ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹത്തിന് പഠിച്ച ജോലിയൊന്നും കിട്ടുന്നില്ല. 1-2 ജോലിക്കൊക്കെ പോയി ശമ്പളം തികയുന്നില്ല. ഇന്നാണെങ്കിൽ ശമ്പളം ധാരാളം വേണം. കാരണം എല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്യണമെങ്കിൽ, പിന്നെ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യണമെങ്കിൽ പൈസ വേണം. നമുക്കറിയാം, ഒരു വണ്ടി വാങ്ങിച്ചാൽ തന്നെ അത് ഓടിക്കാൻ, പെട്രോൾ ഒഴിക്കാൻ കാശ് വേണം. പിന്നെ വീട്ടിലുള്ള ഓരോ ചെലവുകൾ, സഹോദരിയുടെ കല്യാണം, സ്വർണം വേണം, അവർക്കൊക്കെ സാരി എടുക്കണം, ബന്ധുക്കൾക്ക് സാരി എടുക്കണം. ഇതൊന്നും ഇയാളുടെ ശമ്പളം കൊണ്ടെത്തില്ല. അപ്പം താൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ജീവിതം വൃഥാവിലായി, വേസ്റ്റായതൊരു തോന്നൽ. പലയിടത്തും ജോലി അപ്ലൈ ചെയ്യും. അതിനിടയ്ക്ക് വിദേശത്താരോ കൊണ്ടുപോയി അങ്ങനെ കുറേ ലക്ഷം കളഞ്ഞു, അതും പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ജീവിതം മൊത്തം നിരാശ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു കാര്യമാണ് നിരാശ. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വിദേശത്തൊക്കെ തന്നെ കാണാം, ധാരാളം ചെറുപ്പക്കാർ പോയിട്ട് ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ഫ്രസ്ട്രേഷൻ, ഹൈ ഫ്രസ്ട്രേഷൻ, മെൻ്റൽ അജിറ്റേഷൻ, ഹൈലി ഡിപ്രസ്ഡ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക്
അസഹനീയമായി ഒരു അവസ്ഥ. പലരുടെ അടുത്ത് പോയി എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക, എന്താ ഒരു മാർഗം, ഒരു വഴി കാണണ്ടേ? കേരളം ആകെ ഒരു ഇരുണ്ടതുപോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് കേരള ഗവൺമെൻറ്റിന് പറയേണ്ടി വന്നു വിദേശ സർവകലാശാലകളോട് ഓപ്പൺ ചെയ്യണമെന്ന്. പിന്നെ വിദേശ സർവകലാശാല, കാരണം കണ്ടമാനം കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്. 30, 40, 50 ലക്ഷം ചെലവഴിച്ചു. അവിടുത്തെ കാര്യം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പാവ രക്ഷിതാക്കൾക്കറിയാം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും. ഈ തരത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ സകല ഹോപ്പുകളും പോയി, പ്രതീക്ഷകളും പോയി. പിന്നെ ഇയാളെ സംബന്ധിച്ച് ആത്മഹത്യയാണ്. എങ്ങനെയെങ്കിലും മരിക്കാനൊരു പേടി, വിഷമം. കാരണം അമ്മയും സഹോദരിയും ഒറ്റപ്പെടുകയും, സഹോദരിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ ഞാൻ മരിച്ചാൽ, ആ സഹോദരിയെ ആരെയും കല്യാണം കഴിക്കുമോ? എല്ലാവരും പറയില്ലേ, നിന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്ത കുടുംബത്തിൽ നിന്ന് കല്യാണം നടക്കും. അതൊരു പ്രശ്നം. ആകെ മാനസികമായ പിരിമുറുക്കങ്ങൾ, സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ. ഇന്ന് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന യുവാക്കൾ ഉണ്ടാവൂ, സമൂഹം ഉണ്ടാവൂ ഇല്ലയോ? നിങ്ങൾ പറയണം, സത്യം പറയണം. ഉണ്ടാവോ ഇല്ലയോ? ഇന്ന് കൂടുതലാണോ കുറവാണോ? പണ്ടത്തേതിനേക്കാളും ഇന്ന് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. ഇപ്പം നമ്മുടെ വളർന്നു വരുന്ന ഈ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ഇവിടെ സാധ്യതകളുള്ളത്, എന്ത് ജോലിയാണ് അവർ കിട്ടാൻ പോകുന്നതെന്നുള്ളത്. എല്ലാവരും ഇപ്പോൾ ഒരു IT മേഖലയിലേക്കാണ് പോകുന്നത്. പക്ഷേ IT മേഖലയുടെ ഒരു അവസാനം എന്താണ്? ഇപ്പം പുതിയ ടെക്നോളജി വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വലിയ ജോലി തീർക്കുന്ന സംഭവങ്ങളാണ്. കാരണം ഒരു 10 പേര് ചെയ്യുന്ന ജോലി ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഗുരുതരാവസ്ഥയൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ഞാൻ വിദേശത്തൊരു എയർപോർട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീ നിന്നിട്ട് പറയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന കൗണ്ടറിൽ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. അത് മുഴുവൻ റോബോട്ടാണ്, മനുഷ്യനല്ല, യന്ത്രമനുഷ്യന്മാർ. അപ്പോൾ അവിടെ ഒരു ജോലിക്ക് നിൽക്കേണ്ട ഒരാളെ ജോലി പോയി. നാളെ ഹോട്ടലിൽ സപ്ലൈ ചെയ്യാൻ പലയിടത്തും കണ്ടില്ലേ നിങ്ങൾ ഈ തരം യന്ത്രമനുഷ്യന്മാരെ വെച്ചുകൊണ്ട്. ഇപ്പം ഈ യന്ത്രമനുഷ്യന്മാർ വരുന്ന ഒരു കാലം ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പറയില്ല, സർജന്മാരുടെ ആവശ്യമില്ല എന്നാണ് പറയണത്. സർജറി ചെയ്യാൻ ഡോക്ടറുടെ ആവശ്യമില്ല, ഈ റോബോട്ടിക് എന്താ പറയുക, ആളുകൾക്ക് സാധിക്കുന്നതാണ്, യന്ത്രമനുഷ്യർക്ക് സാധിക്കുന്നതാണ്. ആ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മെഡിസിൻ പഠിച്ച ആളുകൾക്ക് കുറേ കഴിഞ്ഞാൽ ജോലി കുറഞ്ഞ് വരും. ഏത് മേഖലയിലും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ആളുകളുടെ ആവശ്യം കുറഞ്ഞ് വരും. ആണോ അല്ലയോ? അപ്പം മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാവുമോ? ഇതിനെന്താ ഒരു പോം വഴി? ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? അതുകൊണ്ടല്ലേ ആത്മഹത്യ കൂടുന്നത്. ഇന്നും നിങ്ങൾ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയുടെ വാർത്തയുടെ പത്രം വന്നത്. ഏതോ ഒരു പാറമടയിൽ പോയി മരിച്ചിരിക്കുകയാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ല, അവിടെ പോയി വെള്ളത്തിൽ ചാടി മരിച്ചു. ഈ രീതിയിലുള്ള ആത്മഹത്യകൾ കൂടാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് ഓൾറെഡി അതിൻ്റെ ലൈനിലേക്ക് നമ്മൾ കേരളം വന്നു. ഇതിനെന്താ ഒരു പരിഹാരം? അപ്പം ഇവിടെയാണ് ഈ കഥ നമ്മൾ കാണേണ്ടത്. ചെറുപ്പക്കാരനും മടുത്തു ജീവിതം, ആത്മഹത്യയിലാണ്. എങ്ങനെയെങ്കിലും ജീവിതം മതിയാക്കണം. അപ്പം എങ്ങനെയാണ് ജീവിതം മതിയാക്കുക? കാരണം ഒരു വൃത്തികെട്ട രീതിയിൽ മരിച്ചാൽ സഹോദരിയുടെ കല്യാണം മുടക്കും, തൂങ്ങി മരണം, അതൊന്നും വേണ്ട. അതുപോലെ പോയിസണും കഴിച്ച് മരിച്ചാലോ എന്ന് വിചാരിച്ചു, പോയിസൺ കഴിച്ചിട്ട് ചത്തില്ലെങ്കിൽ അതിലേറെ പ്രശ്നം. കാരണം ഉള്ള സിസ്റ്റങ്ങൾ മുഴുവൻ കേടുവരും, അത് അതിലേറെ പ്രശ്നം. പിന്നെ എന്താണ് വഴി എന്നൊക്കെ നോക്കുമ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഇവരുടെ മുത്തശ്ശൻ ഒരു വൈദ്യരായിരുന്നു. അപ്പം മുത്തശ്ശൻ വൈദ്യ വൃത്തി ചെയ്തിട്ട് പിന്നെ അച്ഛൻ അത് കാര്യമായിട്ട് അച്ഛൻ വേറെ ജോലിയൊക്കെ എടുത്ത് അച്ഛൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ്റെ കുറച്ച് ബുക്കുകൾ അവിടെ പണ്ട് എഴുതി വെച്ചതൊക്കെ ഉണ്ട്. ഇവനതൊന്ന് തപ്പി നോക്കി, ഇതിൽ വേറെ വല്ല മാർഗങ്ങളുണ്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, മാർഗം ചാവാൻ വേണ്ടിയിട്ട്. അതങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് ഒരു പ്രത്യേക എണ്ണയുടെ കൂട്ട് ഈ മുത്തച്ഛൻ എടുത്തു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ വാതരോഗം. അപ്പോൾ വാതരോഗത്തിനുള്ള ഒരു മരുന്ന് എണ്ണ അന്നത്തെ കാലഘട്ടത്തിൽ ഈ മുത്തച്ഛൻ എഴുതി വെച്ച് ഇയാളുടെ കണ്ണിൽപ്പെട്ടു. ഇങ്ങനെയൊരു വാതരോഗത്തിനാണ് എണ്ണ എന്നുള്ളത്. ഇത് കണ്ണിൽപ്പെട്ടപ്പോൾ ഇവനൊരു തോന്നല്, ഇതൊന്ന്
പരീക്ഷിച്ചാലെന്താ, ഒന്ന് ഉണ്ടാക്കിയാലെന്താ. അങ്ങനെ ചെറുപ്പക്കാരൻ ഒരു വൈദ്യരെയൊക്കെ കണ്ടുപിടിച്ച് ഈ എണ്ണക്കൂട്ട് ഇയാളെ തന്നെ പറഞ്ഞു കൊടുത്ത് അതൊന്ന് റെഡിയാക്കിയിട്ട് വാതരോഗിയായിട്ടുള്ള ഒരാളെ അതൊക്കെ തേപ്പിച്ച് അതൊക്കെ മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പം ഈ വ്യക്തിക്ക് കാലുവേദന കുറഞ്ഞു, നടക്കാനായി, ഒരടി നടക്കാൻ പറ്റാത്ത മനുഷ്യൻ. അപ്പോൾ ഇവന് തോന്നി ഇതൊന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ചെറുപ്പക്കാരൻ പിന്നീട് കോടീശ്വരനായി തീർന്ന കഥയാണ് പറയാനുള്ളത്. ഇപ്പം ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരിച്ചാൽ മതി എന്ന് തോന്നുന്ന ഒരാൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഈ മാർഗം ഒന്ന് കാണണമെങ്കിൽ അതിനൊരു ഗുരുത്വം വേണോ വേണ്ടയോ? ഗുരുത്വമില്ലാതെ പോയാൽ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പം വേണ്ടത് ഒരാളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ഗുരുത്വമുള്ളവരായി. ഗുരുത്വമുണ്ടെങ്കിലേ മഹത്വമുള്ളൂ. ഇന്നുണ്ടല്ലോ ഞാനും നിങ്ങളും ഒക്കെ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അമ്പലങ്ങളിലൊക്കെ വരും ചിലർ, പൊങ്കാലയ്ക്കിടും അമ്മമാർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാർ. മക്കൾക്ക് ഇതിനോടൊക്കെ ഉള്ള താല്പര്യം വളരെ കുറവാണ്. അപ്പം അങ്ങനെ വെറും അന്ധമായൊരു പ്രാർത്ഥന കൊണ്ട് ഗുണമുണ്ടെന്ന് വിചാരിക്കരുത്. അതാണ് നിങ്ങൾക്കറിയാം, കണ്ണൂർ അഴീക്കോട് ഒരു ചെറുപ്പക്കാരൻ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി ഉന്നതനായി സ്വന്തമായൊരു സാമ്രാജ്യം ഉണ്ടാക്കി. നിങ്ങൾ ബൈജൂസ് ആപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ കേൾക്കാതിരിക്കില്ല. ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഏറെക്കുറെ 14,000 crores അസറ്റുള്ള കമ്പനിയാക്കി ഡെവലപ്പ് ചെയ്തത്. ഇന്നിപ്പം ആ വ്യക്തി ഏറെ തകർന്ന് തരിപ്പണമായി. ആ കമ്പനിയിൽ നിന്ന് അയാളെ പുറത്താക്കി. ആ ഒരു മാനസികാവസ്ഥ. സമ്പത്തുണ്ടാക്കാനുള്ള കഴിവും അറിവും ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയോ ഗുരുത്വം ഉണ്ടായിരുന്നില്ല. എവിടെയോ കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടോ നമ്മുടെ പൂന്താനം പറഞ്ഞ പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ. ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷമായി കാണുന്നുണ്ടോ? നിങ്ങൾ വാർത്തകളൊക്കെ വായിക്കുന്നുണ്ടോ? അപ്പോൾ അയാളെ പുറത്താക്കിയ കഥകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ED ഇൻവെസ്റ്റിഗേഷൻ്റെ കൺട്രോളിലാണ്. അയാൾ ഒരുപാട് നിയമ ലംഘനങ്ങൾ നടത്തി. അവസാനം ജയിലിലേക്ക് പോകേണ്ട ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. കോടികളുടെ മുകളിൽ ജീവിച്ചൊരു മനുഷ്യൻ അവസാനം അഴികൾ എണ്ണേണ്ട ഒരവസ്ഥയിലേക്ക്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഭാഗവതത്തിൻ്റെ പ്രസക്തി. ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടവരാണ്. വേണ്ടയോ? ഒരു മനുഷ്യന് എന്താണ് ശരിക്കും വേണ്ടത്? ജീവിതത്തിൽ മുന്നോട്ട് പോകുന്തോറും ഒരു ദിവസം നമ്മൾ മരിക്കും, എല്ലാവരും മരിക്കും. മരണാനന്തരമുള്ളൊരു ജീവിതത്തെക്കുറിച്ചല്ല ഭാഗവതം പറയുന്നത്. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടൊരു സ്വർഗവും അവിടെ അടിപൊളി ഭക്ഷണവും താല്പര്യമുണ്ടോ? ബിരിയാണി, കുഴിമന്തി എനിക്കറിയില്ല. താല്പര്യമുണ്ടോ? എനിക്കൊട്ടും താല്പര്യമില്ല. ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് കുഴിമന്തി, എന്ത് അൽഫാം, അങ്ങനെ പേരില്ലേ, അല്പനമൊക്കെ എന്താവട്ടെ. അപ്പം ഈ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ കുട്ടികളോട് പറഞ്ഞാൽ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഭക്ഷണമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഒന്നും വേണ്ടാതെ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും വേണ്ടത് മരിക്കുന്നത് വരെ ജീവിതം ധന്യമാണ്. വേണ്ടേ? ആ ജീവിതം എങ്ങനെ നമുക്ക് ശരിയാക്കിയെടുക്കാം? ഇപ്പം നമുക്ക് നോക്കൂ, ഇപ്പം നമ്മൾ പോകുന്ന നേരത്തെ സ്വാമി പറഞ്ഞ മിഥ്യ എന്നൊരു വാക്കുണ്ട്. മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ക് കൂട്ടലാണ്. പഠിച്ചു ജോലി കിട്ടും, അല്ലേ? ജോലി കിട്ടിയാൽ ജീവിതം നല്ലൊരു ജീവിതമാവും, നല്ലൊരു കല്യാണം നടക്കും, കുടുംബം ഉണ്ടാവും, അങ്ങനെയല്ലേ? ആണോ അല്ലയോ? വല്ല ഉറപ്പുണ്ടോ അതിന്? ഉണ്ടാത്തത് ഇവിടെ പഠിച്ചിട്ട് ജോലി കിട്ടാത്തതുകൊണ്ടാണല്ലോ നല്ലൊരു ശതമാനം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്. ഇന്നലെ എൻ്റെ കൂടെ കേരളത്തിലെ ഒരു കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു GM വരെയുണ്ടായി രാവിലെ തന്നെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കഴിഞ്ഞ ഈ 2023 നിങ്ങളുടെ ഇതെന്തായിരുന്നു? അപ്പോൾ പറഞ്ഞു 7000 കുട്ടികളെയാണ് അവർ പറഞ്ഞയച്ചത്. 7000 കേരളത്തിലെ കുട്ടികളെ, ഈ കമ്പനി മാത്രം. ആലോചിച്ച് നോക്കൂ.
അപ്പോൾ ഓരോ കമ്പനികൾ നിങ്ങൾക്കറിയാം, പല സാന്റാമോണിക്ക തുടങ്ങിയുള്ള കമ്പനികളുടെയൊക്കെ ടാർഗറ്റ് അതിനപ്പുറത്താണ്. 40,000 50,000 കുട്ടികളെയാണ് ഒരു വർഷം. ഇങ്ങനെ അനവധി കമ്പനികൾ കുട്ടികളെ പറഞ്ഞയക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഒരുവിധം നല്ല ശതമാനം കേരളത്തിൽ നിന്നും പറയൂ പുറത്തേക്ക് പോകും. വേറെ വശത്ത് അതിന്റെ ദുരന്തം നോക്കൂ. ക്രമേണ ഈ പോയവരൊന്നും ഇനി ഇങ്ങോട്ട് വരാൻ പോകില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടി അവിടെ സെറ്റിലാവും. ഇവിടെ അച്ഛനും അമ്മയും ക്രമേണ ഒറ്റപ്പെട്ട് ഒരു ദിവസം അച്ഛൻ മരിക്കുമ്പോൾ, ഒരു കാലം വരുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയ നോക്കാനാളില്ലാത്ത അമ്മമാരുടെ ഒരു ഭൂമിയായി കേരളം മാറോ ഇല്ലയോ? സത്യം പറയും. ഒന്ന് മുന്നിലേക്ക് നോക്കുക നിങ്ങൾ. ആവോ ഇല്ലയോ? ഒന്നും മിണ്ടാത്ത നിങ്ങൾ ആവോ ഇല്ലയോ? ഇതിനെന്തൊക്കെയാ പരിഹാരമുള്ളത്? ഇതിന് വല്ല പരിഹാരം ഉണ്ടോ? നമുക്ക് ഉണ്ടോ? ഒരു പരിഹാരമില്ല. നമ്മളിപ്പോൾ എന്താ കണ്ടിരിക്കുന്ന പരിഹാരം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്. അത് കുറേ ബീഹാറികളും ബംഗാളികളും കാണുന്നുണ്ട്. പ്രായമുള്ളവരെ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് തലക്കടിച്ച് അവിടെ ഇവിടെ വീഴ്ത്തി കൊന്നു. കേൾക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് പത്രത്തില്. ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ സമൂഹം. ഞാൻ ഹൈന്ദവ സമൂഹം എന്ന് പറയാൻ കാരണം മറ്റ് ഇതര സമൂഹത്തിലൊക്കെ അവരുടെ കമ്മ്യൂണിറ്റി ഒരു ഐക്യമുണ്ട്. എന്ത് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, ഞാൻ ഒരു കാര്യം സത്യസന്ധമായി പറയാണ്, രാഷ്ട്രീയത്തിനുപരി ഒരു മത ഐക്യം ഇതര കമ്മ്യൂണിറ്റികളിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? അവരുടെ കയ്യിലുണ്ട്. എന്നാൽ രാഷ്ട്രീയം പറയും ഒരു ഐക്യവുമില്ലാത്ത ഒരു സമൂഹം ആര് മാത്രമാണ്? ഹിന്ദു സമൂഹം മാത്രമാണ്. സത്യസന്ധമാണോ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം? ആണോ അല്ലയോ? വല്ലതും വരുന്നവരൊക്കെ രാഷ്ട്രീയമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യരില്ല. ഒരു മനുഷ്യൻ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ. അതിൻ്റെ ഒരു പ്രത്യക്ഷ തെളിവാണ് ശബരിമലയിലേക്ക് 3 പെമ്പിളരും കയറി ഇല്ലേ? ഇന്നൊരു മനുഷ്യർക്ക് വേണ്ട ഒരാൾ സഹായിക്കാനില്ല. അതിലൊരു സ്ത്രീ എഴുതിയിരിക്കുന്നത്, ഞാൻ UP-യിലേക്ക് പോയി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. വായിക്കാറില്ല പത്രത്തിലൊക്കെ. ഞാനിത് എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, വല്ലതും വരുന്നത് വരെയൊക്കെ ആളുണ്ടാവും. വന്നു കഴിഞ്ഞാൽ പറയൂ ആളുണ്ടാവില്ല. കുറെ കുടിപ്പിക്കാൻ കൂട്ടുകാരുണ്ടാവും. കുടി കഴിഞ്ഞ് എല്ലാം താളം തെറ്റി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഒരു ദിശാബോധം നമ്മൾ ചെറുപ്പക്കാരിലേക്ക് വേണോ വേണ്ടയോ? അതേപോലെ അവരെ സംബന്ധിച്ച് അവരറിഞ്ഞിരിക്കണം. നോക്കൂ, നേരത്തെയൊക്കെ എൻ്റെ സ്വാമിജിമാരും ജയറാംജി അതുപോലെ സ്വാമിജി പറഞ്ഞൊരു കാര്യം, ഇത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നാളെ മുതൽ നിങ്ങളുണ്ടല്ലോ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. നാളെ കുട്ടികൾ ആരും സ്കൂളിലൊന്നും പോകാതെ ഇങ്ങോട്ട് വരിക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോഴത്തെ എഡ്യൂക്കേഷന് ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്. ഞാൻ ഈവൻ ദോ ഐ സ്റ്റഡി ഐ എം ടോട്ടലി എഗെയിൻസ്റ്റ് എഡ്യൂക്കേഷൻ. കാരണം ഇതല്ല എഡ്യൂക്കേഷൻ വേണ്ടത്. കാരണം നമ്മുടെ നല്ല ഒരു സമയം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നശിപ്പിച്ച് കൈ തന്നു. ഇതല്ല എഡ്യൂക്കേഷൻ, ഇതല്ല വിദ്യാഭ്യാസം. നിങ്ങൾ നോക്കൂ, 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പറയൂ. എന്നിട്ട് 4 അക്ഷരം ഹിന്ദി പറയാൻ പറ്റുമോ നമുക്ക്? എന്തോന്നും മിണ്ടാത്തതാണ്. പറയാൻ പറ്റില്ല. 10ാം ക്ലാസ് വരെ അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തോന്നും പറയാത്തത് നിങ്ങൾ. നമ്മൾ തെറ്റാതെ പറയാൻ പറ്റുമോ? എന്തോന്നും പറയാത്തത്. മലയാളത്തിൽ പുസ്തകത്തിൽ അച്ചടിച്ച ഭാഷയിൽ കണ്ണൂർക്കാർക്ക് പറയാൻ പറ്റുമോ? എന്തോന്നും പറയാത്തത്. പറ്റുമോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകം വായിക്കുന്ന പോലെയാണോ കണ്ണൂരിൽ ഇവിടെ മലയാളം പറയുക? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. അവരുടെ വ്രതത്തിലാണോ? ആണോ ഇല്ലയോ? ആണോ? അല്ല. അതുപോലെ പറയാൻ പറ്റുമോ? വീട്ടിൽ അച്ചടിച്ച ഭാഷയിൽ പറയാൻ പറ്റുന്ന പോലെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെയല്ല നമ്മൾ സംസാരിക്കുന്നത് ഒരു ഭാഷയിൽ. ഇനി 10ാം ക്ലാസ് വരെ അത്യാവശ്യം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചവരാണോ 10ാം ക്ലാസ് കഴിഞ്ഞവരൊക്കെ കൈവെക്കും? ഫിസിക്സിന്റെ വല്ല കാര്യങ്ങളും ഓർമ്മയിലുണ്ടോ? ഒന്നും ഇല്ലാത്തത് ഒരു ചുക്കും ഓർമ്മയില്ല. 10ാം ക്ലാസ്സിലെ മാത്സ്, അതിന് ആൽജിബ്ര, ലോഗരിതം, അത് ഇതെന്നൊക്കെ പറഞ്ഞ പല വിഷയങ്ങളുണ്ട് ഇല്ലേ? ഓർമ്മയുണ്ടോ? ഒന്നും ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഇല്ല. ഉണ്ടെങ്കിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, ഊർജ്ജതന്ത്രം. അതിന് പീരിയോഡിക്കൽ ടേബിളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലേ? കേട്ടില്ലേ നിങ്ങൾ? അത് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അറിയോ? പിന്നെ എന്തുകൊണ്ടൊരു കുന്തത്തിന് ഇത് പഠിക്കാൻ പോയത്?
അല്ല, തമാശയല്ല ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ പഠിക്കാൻ പോയത്? വല്ല കാര്യമുണ്ടോ നമുക്കതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായിട്ടോ? എന്നെല്ലാവരും എന്നെ അന്ധപ്പെട്ട പോലെ നോക്കണം. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസം? അവിടെയാണ് ഭാഗവതം ഡിഫൈൻ ചെയ്യുന്ന വിദ്യാഭ്യാസം. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കുറേ കൂടി പ്രാക്ടിക്കലി ചിന്തിക്കണം, വേണ്ടേ? നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ക്രമേണ സ്കൂളുകളൊക്കെ അടച്ചിടണം, നമുക്ക് വേറൊരു സ്കൂൾ തുടങ്ങണം. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, തുടങ്ങണം എന്നുള്ളത്. എന്താ അറിയോ, നിങ്ങൾ നോക്കൂ, നമ്മൾ ഇന്നത്തെ കാലത്ത് വി ആർ ഓൺ ദ ടോപ്പ് ഓഫ് ദി ടെക്നോളജി. നമുക്കിന്ന് ആധാർ കാർഡ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ബേസ്ഡ് പാസ്പോർട്ടുകളൊക്കെ വരാൻ പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, വിദേശ രാജ്യങ്ങളിൽ ഇമിഗ്രേഷൻ വേണ്ട. നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ഇമിഗ്രേഷൻ സിസ്റ്റങ്ങളിലേക്ക് അവർ വരികയാണ്. മനസ്സിലായില്ലേ? ടെക്നോളജി എത്ര ടോപ്പ് ലെവലിലേക്ക് പോവുകയാണ്. അതായത് ഓരോ വ്യക്തിയെയും ടെക്നോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആണോ? ഇപ്പം നിങ്ങളുടെയൊക്കെ ആധാർ കാർഡിൽ നിങ്ങൾ തമ്പ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? എന്തിനാ ഈ തമ്പ് പ്രിന്റ് കൊടുത്തത്? നിങ്ങൾ പറയണം അങ്ങോട്ട്. എന്തിനാണ് നമ്മൾ തമ്പ് പ്രിന്റ് കൊടുത്തത്? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ തമ്പ് പ്രിന്റ് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നിങ്ങളുടേതാണ് എങ്ങനെയാ അറിയുന്നത്? അതൊരു മറ്റൊരാളുടേതല്ല എന്നെങ്ങനെയാ അറിയുന്നത്? ആ തമ്പ് പ്രിന്റ് മറ്റൊരാളുടെ അല്ല, അത് നിങ്ങളുടേതാണെന്ന് എങ്ങനെയാ അറിയുന്നത്? കൂടെ വരുന്നില്ലേ നിങ്ങൾ? അതിനെന്താ കാരണം? വൈ? ഒരാളിൽ നിന്നും മറ്റൊരാളുടെ തമ്പ് പ്രിന്റ് വ്യത്യസ്തമാണോ? ഒന്നുകൂടി പറയത്. ഒരാളുടെ തമ്പ് പ്രിന്റിൽ നിന്നും മറ്റൊരാളുടെ തമ്പ് പ്രിന്റ് വ്യത്യസ്തമാണോ? ആണോ? ആണ്. ഇനി അത് മാത്രല്ല, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള നമ്മുടെ റെറ്റിനയുടെ മുകളിൽ വരകളുണ്ട്, അറിയോ നിങ്ങൾക്ക്? അതും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ എടുത്ത് നോക്കൂ. ആർക്കെങ്കിലും ആധാർ കാർഡിലെ ഫോട്ടോ ഇഷ്ടപ്പെട്ടുണ്ടോ? കൊരങ്ങ നോക്കുന്ന പോലെ അന്തം വിടും. അപ്പോഴേക്കും അവർ ക്ലിക്കും ചെയ്തു. ഇതെവിടെയെങ്കിലും ഐഡിയ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കോലം കെട്ടുള്ള ഞാൻ പലപ്പോഴും ആലോചിക്കുക, ആധാർ കാർഡിലെ ഫോട്ടോ പെണ്ണ് കാണുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജന്മം പെണ്ണ് കണ്ടില്ല, ഉണ്ടോ? അങ്ങനെ കോലം കെട്ടിട്ടാ ഫോട്ടോ എടുത്തിരിക്കുന്നത്, ആണോ ഇല്ലയോ? ഈ രീതിയിലൊക്കെ അവരെടുത്ത്, കാരണം അവരെടുത്ത് നമ്മുടെ കണ്ണിന്റെ പ്രിന്റാണ്. ഓരോരുത്തരുടെയും റെറ്റിനയുടെ ലൈൻസ് മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ നോക്കൂ, ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. സ്വഭാവം വ്യത്യസ്തമാണോ? ആണോ ഇല്ലയോ? ആണ്, വ്യത്യസ്തമാണ്. സ്വഭാവം വ്യത്യസ്തമാണ്. ശബ്ദം വ്യത്യസ്തമാണോ? ആണോ? അപ്പൊ നോക്കൂ, ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെങ്കിൽ, എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവുമോ? എങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം? മറ്റൊരാളുടെ കഴിവ് എനിക്ക് ഉണ്ടാക്കുന്നതാണോ വിദ്യാഭ്യാസം? മറ്റൊരാൾ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നതാണോ വിദ്യാഭ്യാസം? അതോ എന്നിലെ വ്യത്യസ്തമായ ദൈവിക കഴിവിനെ ഞാൻ വികസിപ്പിക്കുന്നതാണോ വിദ്യാഭ്യാസം? ഏതാ ശരി? മറ്റൊരാൾ പഠിക്കുന്നതൊക്കെ ഞാൻ പഠിക്കുന്നതാണോ വിദ്യാഭ്യാസം? പറയൂ നിങ്ങൾ. അപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം ശരിയാണോ? 10ാം ക്ലാസ് വരെ എല്ലാവരും മാത്സ് പഠിക്കേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് വരെ എല്ലാവരും സയൻസ് പഠിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? ഓരോരുത്തരിലും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അപ്പൊ നോക്കൂ, ഇന്ന് കുട്ടികളിലുണ്ടല്ലോ വലിയ കോംപ്ലക്സ് വെച്ച് നടക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പെർസെന്റേജ് എല്ലാ സബ്ജക്റ്റിലും പഠിക്കുന്നവരുണ്ടാവും? ഒരു നല്ലൊരു ശതമാനം പല സബ്ജക്റ്റിലും വീക്കായിട്ടുണ്ടാവും. ആണോ ഇല്ലയോ? അതുകൊണ്ടൊക്കെ ട്യൂഷൻ കൊടുക്കേണ്ടി വരുന്നത്. ആണോ? ഇന്ന് കേരളത്തിൽ ക്ലാസ്സിനേക്കാളും കൂടുതൽ ട്യൂഷൻ ഇവിടെ നിന്ന് ട്യൂഷൻ ഇല്ല, മൊത്തം ട്യൂഷനാണ്. പിന്നെ ട്യൂഷൻ എടുത്താൽ വരുന്നതിനാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അതും തന്നെ മനസ്സിലാക്കാലോ, കുട്ടികൾ അവർക്ക് ക്ലാസ്സിൽ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ചോദ്യത്തിന് ഉത്തരം തരണം നിങ്ങൾ. ഈ കുട്ടികളെ മറ്റുള്ളവരെ പോലെ ആക്കിയെടുക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവസാനം എന്താ ഉണ്ടാവുക അറിയോ? പഠിക്കുന്ന കുട്ടികളോട് അസൂയ തോന്നും, ഉണ്ടോ? തനിക്ക് കഴിവില്ല, പഠിക്കാൻ പറ്റില്ല, എനിക്ക് പലതും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കോംപ്ലക്സ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ ഇല്ലയോ? അത് ആ കുട്ടിക്ക് തന്നെ ജീവിതത്തോടൊരു നിരാശ വരും. അപ്പൊ പുറകോട്ട് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവുമോ?
അപ്പൊ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്താ വഴി? അവരെ ഓർമ്മിപ്പിക്കണം, നിങ്ങളിൽ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അതിനെ ഉണർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കഴിവുകളുണ്ടോ? എന്താ ഉറക്കെ പറയാത്തത്? നിങ്ങളുടെ ഇവിടെയൊക്കെ ചുറ്റുപാടുള്ള സ്കൂളുകളിൽ ഈ കുട്ടികളിലെ വ്യത്യസ്തത, വൈവിധ്യമായ കഴിവുകളെ വികസിപ്പിക്കാൻ ഇന്ന് അവിടെ സിസ്റ്റങ്ങളുണ്ടോ? ഉറക്കെ പറയും. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇല്ല. അപ്പൊ ഒരു 7 ദിവസം കൊണ്ട് നമുക്ക് സപ്താഹം കൊണ്ട് കുട്ടികളെ ആ ബോധം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നില്ലേ സപ്താഹം ഏറ്റവും നല്ലതാണ്? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ വേണോ സ്കൂളിൽ പറഞ്ഞേക്കണം, അങ്ങോട്ട് കൊണ്ടുവരണോ? അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വ്യത്യസ്ത കഴിവുണ്ട്. അത് സ്കൂളിൽ പോയിട്ട് എന്തായാലും നേരെയാക്കാൻ പറ്റില്ല. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? അതുകൊണ്ടാണ് റിട്ടയർഡ് ടീച്ചർമാരൊക്കെ അവിടെ വന്നിരിക്കുന്നത്. അല്ലെ, അവരിവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം. 7 ദിവസം കൊണ്ട് കുട്ടികൾ കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ, ഒരാഴ്ച അവരെ ഇവിടെ കൊണ്ടുവന്നിരുത്ത്. നമ്മൾ കഥ പറയാനല്ല പോകുന്നത്, അവരുടെ കഴിവിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നാളെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യം വരണം, എന്നിൽ വ്യത്യസ്തമായൊരു ഞാൻ ആരോടും മത്സരിക്കാനല്ല വന്ന്, ഞാൻ ആരുടെയും ഒരു സ്വാർത്ഥത കാണിക്കേണ്ട കാര്യം, അസൂയ കാണിക്കേണ്ട. എനിക്ക് എന്നിൽ വ്യത്യസ്തമായൊരു കഴിവുണ്ട്. ആ ഒരു ബോധം അവരിലുണ്ടാവണം. വേണ്ടേ? രണ്ടാമത്തത് ഗുരുത്വം വേണം. എന്ത് വേണം? കാരണം കഴിവുള്ളത് ചില സമയത്ത് കഴിവ് ഏറിക്കഴിഞ്ഞാൽ വലിയ അപകടം. അപ്പൊ വേണ്ടാത്ത കൂട്ടുകെട്ടിലും വേണ്ടാത്ത രീതിയിലൊക്കെ ചിന്തിച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പണം വരുമ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ വരും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി പണം കൊണ്ട് നിക്ഷേപിച്ച് അവസാനം അടിത്തറ തകർത്ത് ജയിലിൽ പോകേണ്ട ഗതികേടുണ്ടാവരുത്. മനസ്സിലായില്ലേ? സമ്പത്തുണ്ടാവണം. ആ സമ്പത്തിനനുസരിച്ച് തന്നെ ഗുരുത്വം ഉണ്ടാവണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇരുത്തം ഉണ്ടാവില്ല. ഇതെല്ലാം ഈ പാറ്റ പൊടിയുന്ന പോലെ പൊടിയും. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തൊക്കെയോ സമ്പത്തുണ്ടാക്കും, പക്ഷെ വെളിച്ചത്തിന്റെ ചൂടിൽ അതെല്ലാം കരിഞ്ഞ്, ഈ പാറ്റകളൊക്കെ വെളിച്ചത്തിന്റെ ചൂട് തട്ടുന്തോറും എന്താ സംഭവിക്കുക? കരിഞ്ഞു വീഴും. ഇങ്ങനെ കരിഞ്ഞു വീഴുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറരുത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ അവരിലെ കഴിവുണർത്തണം, ആത്മബലം ഉണർത്തണം എന്ന് മാത്രമല്ല, സമൂഹത്തിൽ അവർക്കുള്ള ഒരു മതിപ്പുണ്ടാവണമെങ്കിൽ, സമൂഹം അവരെ ആദരിക്കണമെങ്കിൽ അവരിൽ ഗുരുത്വം ഉണ്ടാവണം. വേണോ? പറയൂ. ഈ ഗുരുത്വമുള്ള കുട്ടികൾ അതേപോലെ തന്നെ നാളെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും ആത്മബലം ഉണ്ടാവണം. വേണ്ടേ? മരണം വരെ നമുക്ക് ആ ധൈര്യം ചോർന്നു പോവാതെ ഊർജത്തോടെ ശക്തിയോടെ ജീവിക്കാൻ സാധിക്കണം. മരണത്തിന്റെ മുന്നിൽ പോലും തളരരുത്. ഇതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പലതിലും പിടിച്ചു നിൽക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ പല നഷ്ടങ്ങൾ സംഭവിച്ചാൽ, എവിടെയെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ മനസ്സങ്ങോട്ട് തകർന്നു പോവും, തളർന്നു പോവും. ചില ആളുകളെ കണ്ടില്ലേ, കാഴ്ച പറയുമ്പോൾ മാനസികമായി തളരുന്നത് ഉണ്ടോ? കേൾവി പോകുമ്പോൾ മാനസികമായി തളരുന്നവരില്ലേ? ആരോഗ്യം പോയാൽ മാനസികമായി തളരുന്നവരില്ലേ? ഉണ്ടോ? എങ്ങനെ തളരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? മനോബലമുള്ളവരായി, ആത്മബലമുള്ളവരായി മാറാൻ സാധിക്കും. ആത്മബലമുള്ള മനുഷ്യർ സമൂഹം സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങൾ. നമ്മുടെ കൂടെ എപ്പോഴും ആര് വേണം? ഒരു നല്ല സമൂഹം വേണം. കാരണം നാളെ നമ്മൾ ഒറ്റപ്പെടാം, പക്ഷെ ആരുണ്ടാവണം സഹായത്തിന്? ഒരു സമൂഹം ഉണ്ടാവണം. ഇന്ന് നോക്കൂ, രാഷ്ട്രീയക്കാർക്ക് പോലും അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുറെ സമൂഹം ഉണ്ടായിരിക്കും. വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസ്ഥ കുറെ കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അവസാനം കൃഷ്ണനോട് സംസാരിക്കുന്ന നേതാക്കന്മാരെയും ദേവിയോട് സംസാരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണുന്നത്. അവസാനം ഇവരൊന്നും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. സമൂഹത്തിന് വേണ്ടാതായി. ഇപ്പം നമുക്ക് ആത്മീയത അങ്ങനെയല്ല. ആത്മീയത എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതൊരു വലിയ ആത്മബന്ധമാണ്. വലിയൊരു ആത്മബന്ധമാണ്, ഒരു ബഹുമാനമുള്ളൊരു ബന്ധമാണ്. ആ ബഹുമാനമുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചാൽ ഒരു ആകർഷണം. നിങ്ങൾ കണ്ടില്ലേ, പൂവിൽ തേൻ കണ്ട് ആകർഷിക്കപ്പെടുന്ന തേനീച്ച പോലെ നമ്മളിലേക്കൊരു സമൂഹം ആകർഷിക്കപ്പെടണം. അതിന് ചില ഹോംവർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മുടെ കൂടെ ആരുണ്ടാവും? ഒരു സമൂഹമുണ്ടാവും. അതേപോലെ തന്നെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം. വേണോ വേണ്ടയോ?
എന്താവുന്നു മിണ്ടാത്ത നിങ്ങൾ? ഇന്ന് അവർ മൊബൈൽ അഡിക്റ്റഡ് ആണ് കണ്ടമാനം. ആണോ? ഒരുപാട് മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികളാണെന്നുള്ളത്. എന്ന് മാത്രമല്ല, ഒന്ന് തരം കിട്ടിയാൽ കൂടുതൽ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരാണ്. ആണോ? ഈ തരം കുട്ടികൾക്ക് ജീവിതത്തിന്റെ ഒരു വ്യക്തമായ ദിശാബോധം വേണ്ടേ? കൊടുക്കണോ വേണ്ടയോ? വേണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? അവർ തെറ്റിദ്ധരിക്കും നാളെയും ഈ സുഖവും സന്തോഷവും ഉണ്ടാവുമെന്ന്. കുറെ കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും സമ്പാദ്യം വേണം. ഇതിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പൈസ കൊണ്ട് കിട്ടിയ ഒരു മൊബൈൽ എടുത്തിട്ടാണ് കളിക്കുന്നത്. സമ്പാദ്യം വേണം എന്ന് മാത്രമല്ല, സമ്പാദ്യം മാത്രം പോരെ, സമൂഹത്തിലൊരു അംഗീകാരം വേണം, സമൂഹത്തിലൊരു സ്ഥാനം വേണം. ഇതിനൊക്കെ ഒരു വ്യക്തിത്വമായി തീർന്നിട്ടില്ലെങ്കിൽ ഇന്ന് കളിച്ച കുട്ടി നാളെ നിരാശയിലേക്ക് കൂപ്പുകുത്തിയാൽ പിന്നെ ആത്മഹത്യയായിരിക്കും അവരുടെ മുന്നിലുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ നാളെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളായി മാറരുത്. ഇത് അച്ഛനമ്മമാർക്ക് എങ്ങനെ സാധിക്കും? നിങ്ങൾ ഭാഗവതം കേൾക്കണം. നിങ്ങൾ ഈ ഭാഗവതത്തിൽ നിന്നും പലതും ഉൾക്കൊള്ളണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൊബൈൽ എടുക്കും പറയുക അവിടെ അടിക്കലാന്ന് പറയും, ചീത്ത വിളിക്കും, തുടരുത് പറയും. പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും മനസ്സിൽ അതിനോടുള്ള ആകർഷണം ഉണ്ടാവുമല്ലോ? ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് കണ്ടാൽ ആ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കളിക്കുകയോ? പറയുമോ നിങ്ങൾ? നേരെ മറിച്ച് ഈ കുട്ടിക്ക് ബോധ്യമുണ്ടാവണം, ഇതിൽ കാണേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് എന്ന് മാത്രമല്ല, നാളെ എനിക്കൊരു ഭാവി വേണം. ആ ഭാവി ഉണ്ടാക്കണമെങ്കിൽ ഇതെൻ്റെ സമയം കളയരുത്. വേണം, ഇതൊക്കെ വേണം, പക്ഷേ ഇതെൻ്റെ സമയം നശിപ്പിച്ചുകൊണ്ടുള്ളതാവരുത്. മനസ്സിലായില്ലേ? അപ്പം ആ ദിശാബോധങ്ങളും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളെ ഓർക്കും. അവർ പറയും, ഞങ്ങൾ താളം തെറ്റിപ്പോകേണ്ട ഘട്ടത്തിലൊക്കെ വഴി കാണിച്ചത് ഇവരായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? രാമായണം നമ്മൾ വായിക്കുന്ന ഗ്രന്ഥമാണ്. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളന്റെ കഥയായിട്ടാണ് രാമായണം തുടങ്ങുന്നത്, അല്ലേ? എന്നുവെച്ചാൽ വാൽമീകി തന്നെ തൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം വന്നു. മഹർഷി വര്യന്മാർ ചോദിക്കുകയാണ്, നീ ചെയ്തു കൂട്ടുന്ന പാപം നിന്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടാവോ? ഇന്നിപ്പോൾ ആ ചോദ്യം നിങ്ങൾ ഇങ്ങനെ എടുക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ, കുട്ടികൾ ഇങ്ങനെ മൊബൈലിലിരുന്ന് കളിക്കുന്നു, ഗെയിംസ് കളിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറേ ഇന്നിപ്പോൾ ധാരാളം കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ട്, പലതും ഉണ്ട് അവരുടെ കയ്യിൽ. ഇന്നിപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ കുറേ ചാറ്റിങ് അതിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു, കുറേ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, പലതും ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ ചെയ്യുന്നു. നാളെ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇന്നുള്ള പോലെ നാളെയും നിന്റെ കൂടെ സഹായിക്കാനുണ്ടാവൂ? പറയൂ. ഒരു പ്രായമായിട്ടും നീ ഒരു സ്വന്തം കാലിലേക്ക് നിൽക്കാൻ പ്രാപ്തി നേടിയിട്ടില്ലെങ്കിൽ നാളെ നിന്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടാകുമോ? എന്താ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുക? ഉണ്ടാകുമോ? ഉണ്ടാവില്ലയോ? അന്ന് നീ ഒറ്റപ്പെടുമ്പോൾ ആര് നിന്റെ കൂടെ ഉണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്ന സമയത്ത് അവസാനം എന്താ ഉത്തരം ഉണ്ടാവുക അറിയോ? ആർക്കും വേണ്ടെങ്കിൽ അങ്ങോട്ട് ആർക്കും വേണ്ടെങ്കിൽ പിന്നെന്താ പറയും? ആത്മഹത്യ. അപ്പൊ നോക്കൂ, ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു അവബോധം. ഇവിടെയാണ് രത്നാകരൻ പറയുന്നത്, എനിക്കും ഇതുപോലൊരു ഘട്ടം വരെയാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ സത്സംഗം, നാരദ മഹർഷിയുമായിട്ടുള്ള ആ സത്സംഗത്തിൽ അദ്ദേഹം വഴി കാണിക്കുകയാണ്. അങ്ങനെ ഒരു വഴി കാണിച്ച് അദ്ദേഹം രാമ ജപിച്ച് മനസ്സിനെയൊക്കെ പ്രാപ്തമാക്കി. ഈ രത്നാകരൻ വാത്മീകിയായി പരിവർത്തനം വന്ന് അദ്ദേഹത്തിലൂടെ ലോകത്തിന് കിട്ടിയ കൃതിയാണല്ലോ ഏത്? രാമായണം. അപ്പൊ നോക്കൂ, യൂസ്ലെസ് എന്ന് തോന്നിയ ഒരു വ്യക്തിയിൽ നിന്ന് ലോകത്തിന് തന്നെ പ്രയോജനപ്പെടുന്ന വഴി കാണിക്കുന്ന. ഇപ്പം അടുത്ത കാലത്ത് രാമക്ഷേത്രം അയോധ്യയിൽ വന്നു, അല്ലേ? ഞാനന്ന് അവിടെ പോവുണ്ടായി, പ്രാണപ്രതിഷ്ഠയുടെ ദിവസം. അതൊരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്ര ഒരു ഊർജം, അങ്ങനെ ഒരു ഉണർന്നിങ്ങനെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന രംഗം. അത് പറഞ്ഞ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സന്ദർഭം വരുമ്പോൾ പറയാൻ അനുഭവം എന്തൊക്കെയായിരുന്നു. ഏതായാലും ഒരു കാര്യം ഓർപ്പിക്കേണ്ടത്, ഈ രാമക്ഷേത്രമായാലും ശരി, രാമചരിതമായാലും ലോകത്തിന് തന്ന രത്നാകരൻ ഒരു കാലത്ത് തൻ്റെ ജീവിതത്തിൽ നിരാശയുള്ള ഒരാളായിരുന്നു. അതായത് ഇനി തൻ്റെ കൂടെ ആരും പറയൂ നിങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെ നിരാശയിലേക്ക് കൂപ്പുകുത്തേണ്ട ആളെ
വഴി കാണിച്ചുകൊണ്ട്, സത്സംഗത്തിലൂടെ വഴി കാണിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചമാക്കി. ഇന്നും നമ്മൾ രത്നാകരനെ അല്ല ഓർക്കുന്നത്, ആരായിട്ടാണ് ഓർക്കുന്നത്? പറയൂ. ഇതുപോലെ നമ്മുടെ തലമുറകളെ ഓർക്കാൻ ഒരു വഴി കാണിക്കേണ്ടതില്ലേ? വേണോ വേണ്ടയോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ നല്ലൊരു ശതമാനം ആത്മഹത്യക്കും കാരണം എന്താ അറിയോ? വഴി കാണിക്കാനുള്ള അച്ഛനമ്മമാരില്ലാതെ പോയി. നിരാശ എല്ലാവരുടെ ജീവിതത്തിലും വരും, ഉണ്ടോ ഇല്ലയോ? നിരാശയില്ലാത്തവരാരും ഉണ്ടാവില്ല, ഉണ്ടാവോ ഇല്ലയോ? പക്ഷെ നിരാശയിൽ നിന്ന് അവരെ ഒരു വിനാശത്തിലേക്കല്ല, അവരെ ജീവിതത്തിൽ വികാസത്തിലേക്ക് ഉയർത്താൻ വഴി കാണിക്കാൻ സത്സംഗം വേണോ വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരണം. നമുക്കൊരാഴ്ച കൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടാക്കണം. നമ്മൾ ഈ നാടൊരു മാതൃകാ നാടായി മാറും. ഇന്നിപ്പം എന്താ പറയുക, രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് അതിപ്രസരമുള്ള നാടാണ് പലരും. നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഗുരുത്വമുള്ള, മഹത്വമുള്ള, ഇരുത്വമുള്ള സമൂഹത്തെ വാർത്തെടുക്കണം. വേണം? പറയൂ നിങ്ങൾ. കഴിവുള്ള, കരുത്തുള്ള, സമൂഹത്തിന് ആദരവ് തോന്നുന്ന, നാളത്തെ തലമുറയ്ക്ക് വഴി കാണിക്കുന്ന വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കണം. വേണോ വേണ്ടയോ? പറയൂ. അങ്ങനെയാകുമ്പോഴാണ് ഒരു നാട് നല്ല നാടായി മാറുന്നത്. അതിന് ഈ ഭാഗവത സപ്താഹം ഒരു വെളിച്ചമാവുകയാണെങ്കിൽ, ഈ ഭാഗവത സപ്താഹത്തെ നമുക്ക് ഉൾക്കൊള്ളണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ 10 പേരോട് പറയണം, എന്തിനാണ് ശ്രീമദ് ഭാഗവത് സപ്താഹം? എന്തിനാണ്? ഈ 3 വാക്കുകൾ മറക്കാതിരിക്കുക. മഹത്വമുള്ള ആളുകളെ വാർത്തെടുക്കാൻ. എന്താണ് മഹത്വമുള്ള? 2 ഗുരുത്വമുള്ളവരെ വാർത്തെടുക്കാൻ. ആരാണ് ഗുരുത്വമുള്ള? 3 ഇരുത്വമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ. നാളത്തെ തലമുറയോട് പ്രതിബദ്ധതയുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നവരെ വാർത്തെടുക്കാൻ. വേണോ? എന്താ ഒന്നും വേണ്ടാത്ത നിങ്ങൾ? വേണോ വേണ്ടയോ? അത് ഉച്ചയ്ക്കത്തെ ശാപ്പാട് മാത്രം മതിയോ? രാവിലെ ഇവിടെയാണെങ്കിൽ സപ്താഹത്തിന് നോക്കൂ നിങ്ങൾ, വലിയ അനുഗ്രഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ചായയും കാപ്പിയും പലഹാരവും ഉണ്ട്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. വൈകുന്നേരം ഉണ്ട്. രാത്രിയുണ്ടോ? രാത്രി ഇന്നില്ല, നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതുകൂടി തന്നാൽ നിങ്ങൾ ഇരിക്കുന്ന പായയും തലേനയും കൂടി തന്നോളൂ. ഇവിടെ തന്നെ ഇങ്ങോട്ട് കൂടാനുള്ളത്. അപ്പം നമുക്ക് ക്രമേണ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭാഗവത സപ്താഹം കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച ഭാഗവതം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കഥകളല്ല, വരാൻ പോകുന്ന തലമുറകളെ കഥയുള്ളവരാക്കി തീർക്കലാണ്. വരാൻ പോകുന്ന തലമുറയെ, അല്ലെങ്കിൽ വളർന്നു വളരുന്ന തലമുറയെ കഥയുള്ളവരാക്കി തീർക്കുക. കഥ കഴിഞ്ഞു പോകുന്നവരാക്കല്ല, കഥ ഉള്ളവരെ. അവർക്ക് കഥയുള്ളവരായി തീരണമെങ്കിൽ അവരുടെ കഥ എന്താണ്, അവരുടെ കഴിവെന്താണ്, അവരുടെ കരുത്തെന്താണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തട്ടെ. നമ്മുടെ ജയറാം ഗുരുജി അവതരിപ്പിച്ചു. ഒരു ശക്തി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു. ശക്തി നമ്മളതിനെ പല രൂപത്തിൽ കാണുന്നു, അല്ലേ? ആ ശക്തി ഇവിടെ എന്നുമുണ്ട്. കുട്ടികൾക്ക് നോക്കൂ, വിദ്യാഭ്യാസം എത്രമാത്രം വഴിതെറ്റിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയാൻ പോകുന്നത്. നമ്മൾ ഊർജത്തെക്കുറിച്ച് പഠിക്കും കുട്ടികൾ സ്കൂളിൽ. ഊർജം, ശക്തി ഒരിക്കലും ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം ശക്തി എന്നും ഇവിടെ അവർക്ക് പറയൂ ഉള്ളതാണ്. ഇല്ലാത്ത ഒന്നിനെ ഇതുവരെ സൃഷ്ടിക്കാൻ ഒരാൾക്കും എന്താ വേണ്ടാത്ത നിങ്ങൾ സാധിച്ചിട്ടില്ല. ഇല്ലാത്ത ഒന്നിനെ ഒരിക്കലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഉള്ളതിനെ അതിൻ്റെ സാധ്യതകളാണ് പലതും. ഉള്ള കാര്യത്തെ തന്നെ പല സാധ്യതകളിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഇലക്ട്രിക്കൽ കാർ, ലിഥിയം എന്നൊരു സാധനം ഇല്ലെങ്കിൽ ഇലക്ട്രിക് കാറിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ലിഥിയം നമുക്ക് കുഴിച്ചെടുത്ത് കിട്ടുന്ന സാധനം. ഇവിടെ ഉണ്ടാവുന്നുണ്ടോ അതിന് വേണ്ടുന്ന മെറ്റീരിയൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആണോ? പറയൂ നിങ്ങൾ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഹൈ എൻഡ് ടെക്നോളജിയുള്ള മൊബൈൽ, നമുക്ക് അതിനുള്ള സാധനങ്ങൾ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ആണോ? ഈ ആകാശ പുഷ്പം കൊണ്ട് ക്യാൻസർ മാറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ വിശ്വസിക്കോ? കാരണം ഇന്ന് വരെ ആരും ആകാശപുഷ്പം എന്നൊരു സാധനം കണ്ടിട്ടില്ല. ഇല്ലാത്ത ഒന്നിന് ഇതുവരെ സൃഷ്ടിക്കാൻ പറ്റില്ല. ചില വിഡ്ഢികൾ അങ്ങനെ അതിൽ വിശ്വസിച്ച് പോകുന്നവരുണ്ട്. നാഗമാണിക്യം എന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. ഇന്ന് വരെ ഒരുത്തരം കണ്ടിട്ടില്ല. നാഗത്തെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ല.
മാണിക്യം, അത് മിടുക്കന്മാരിങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവർ, അത് പോട്ടെ. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഊർജം ഇവിടെ ഉള്ളതാണെങ്കിൽ ഉള്ളതിനെ മാത്രമല്ലേ നമുക്ക് വികസിപ്പിക്കാൻ പറ്റുള്ളൂ? ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറയൂ. അപ്പൊ നമ്മൾ ഓരോ വ്യക്തിയിലും ഉള്ള സാധ്യതകൾ അത് നമുക്ക് വികസിപ്പിക്കാൻ പറ്റണം. വേണോ? ഇന്ന് ഓരോ വ്യക്തിയിലും എന്തൊക്കെ സാധ്യതകളാണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസം അത് പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നേ പറ്റുള്ളൂ. ഓരോ വ്യക്തിയിലും ഇപ്പം നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾക്കാരെയും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്തോന്നും മിണ്ടാത്ത നിങ്ങൾക്കത് കണ്ടെത്തണമെന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഈ പറയുന്നത് ഒരു എക്സാഗ്രേഷനാണ്. അതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല. ഏത് പ്രായത്തിൽ നിങ്ങൾ കണ്ടെത്തുന്നോ നിങ്ങളിൽ നിന്നും വരുന്നത് അത്ഭുതകരമായ സൃഷ്ടികളായിരിക്കും. പൂന്താനം തന്നെ നോക്കും, മകൻ മരിച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആണോ? അദ്ദേഹം കവിതയൊന്നും പഠിച്ചിട്ടുള്ള അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ വിദ്യാഭ്യാസം സ്കൂളിൽ പോയി നേടി, ഗുരുകുലത്തിലാണ് പോയിട്ട് പഠിച്ചിരിക്കുന്നത്. വാതരോഗം വന്ന് തളർന്നിരിക്കുമ്പോഴാണ് നാരായണീയം രചിച്ചിരിക്കുന്നത്. ലോകം ഇന്ന് എത്രമാത്രം ആദരവോടുകൂടി കാണുന്ന കൃതി ആണോ ഇല്ലയോ? ഇതുപോലെ നാളെ നിങ്ങൾ എന്ത് രചിക്കുന്ന ആർക്കറിയാം? അത്ര കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഉണർത്തണം, കാണിച്ചു തരണം. എന്താ ഒന്നും മിണ്ടാത്തത്? വേണ്ട സ്വാമി, ഞങ്ങൾ സീരിയലും കണ്ടിരുന്നോളാം. അങ്ങനെ ഒരു തോളൂ, ആർക്കത് നഷ്ടം? ഇപ്പൊ വെറും പൊട്ട സീരിയലും കണ്ട് വൈകുന്നേരത്തെ അന്തിച്ചാർച്ചയും കണ്ട് ജീവിതം മുഴുവൻ നശിപ്പിക്കരുത്.